Hello everyone. Electric charge and fields എന്നുള്ള നമ്മുടെ +2 ടോപ്പിക്കിലെ ആദ്യ ചാപ്റ്റർ നമുക്കൊരു ക്വിക്ക് റിവിഷൻ നടത്താം. So you guys are ready for the board exam. ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. സോ അതിന് ഭാഗമായിട്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഏതൊക്കെ ഏരിയാസാണ് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത് ആ ചാപ്റ്റർ ഒന്ന് ത്രൂ ഔട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് മൂവ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇലക്ട്രിക് ചാർജ് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. യെസ്, വാട്ട് ഈസ് ചാർജ്? ചാർജ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ് അല്ലേ. അതായത് ചാർജ് ഈസ് എ ബേസിക് പ്രോപ്പർട്ടി ഓഫ് എന്താണത്? ചാർജ് ഈസ് എ ബേസിക് പ്രോപ്പർട്ടി ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരാളുടെ മാറ്ററിൻ്റെ എലമെൻറ്റ് ബേസിക് പ്രോപ്പർട്ടിയാണ് എന്ത് ചാർജ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ നമ്മൾ പറയുന്ന ഒരു പോയിൻ്റാണ് ചാർജ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ചാർജ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാലോ? ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോമാണ്. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാം. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഒന്നും നിസ്സാരമായി നിങ്ങൾ കാണരുത്. എല്ലാം നമുക്ക് മാർക്ക് നേടിത്തരുന്ന ടോപ്പിക്കുകളാണെന്നുള്ളൊരു ആ ഒരു ബോധത്തോടെ ആയിരിക്കണം നിങ്ങളൊന്നുകൂടി ബോർഡ് എക്സാമിന് ഒന്നുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്. ദെൻ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ചാർജ് ഈസ് AT, വേറെ നമുക്കറിയാം കറണ്ട് ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു Q ബൈ T എന്നുള്ള റിലേഷൻ നിങ്ങൾക്കറിയാലോ. I ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു Q ബൈ T. യെസ്, വൺ സെക്കൻഡ് ഗൈസ്. I ഈസ് ഈക്വൽ ടു Q ബൈ T, വേർ Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T ആണ്. ഡയമെൻഷൻ ഓഫ് കറണ്ട് A ആണ്, ടൈം T ആയതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ചാർജ് വിൽ ബി AT. വളരെ നിസ്സാരമായ കാര്യമാണ്. ചാർജ് ഡയമെൻഷൻ AT ആണ്. ദെൻ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ -1.6 × 10⁻⁹ കൂളോം ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ ചാർജ് +1.6 × 10⁻⁹ കൂളോം ആയിരിക്കും. ദെൻ അപ്പോൾ നമ്മൾ പറയുന്നത് എത്രയേ ഉള്ളൂ, നോർമലി ഒരു ബോഡിയുടെ മുകളിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. നോർമൽ കണ്ടീഷനിൽ നമ്മൾ പറയുന്നത് ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി ഈസ് 0. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ബോഡിക്ക് എങ്ങനെ പോസിറ്റീവ് ചാർജ് വരിക, അതേപോലെ തന്നെ ഒരു ബോഡിക്ക് എങ്ങനെ നെഗറ്റീവ് ചാർജ് വരിക എന്നുള്ള റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെ ചെയ്യാം നമ്മൾ? The charge on a body arises from an excess of or deficient of electron with respect to proton. പ്രോട്ടോണിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണമാണല്ലോ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിൻ്റെ എണ്ണമാണല്ലോ നെഗറ്റീവ് ചാർജ്. നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആകുമ്പോൾ ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി എന്തായിരിക്കും? 0 ആയിരിക്കും. വളരെ സിമ്പിളായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ ആണെങ്കിൽ ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ ഞാൻ പറയുകയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് കൂടുതലെങ്കിലോ? സപ്പോസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണെങ്കിലോ? രണ്ടും ഈക്വൽ ആണെങ്കിൽ 0 ആണ്. ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് കൂടുതലെങ്കിലോ? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. സോ ഈ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ഇത് നെഗറ്റീവ്ലി ചാർജായി മാറും. എന്നാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവും പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് കൂടുതലെങ്കിലോ? അതായത് ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റമാണ്. ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിക്ക് ഇലക്ട്രോൺസ് പോവുകയോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസ് വാങ്ങുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജും ആയിരിക്കും. സോ ഒരു ബോഡിയിലേക്ക് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു ബോഡിയിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ട്, കുഞ്ഞു ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസ് വാങ്ങുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ദാറ്റ്സ് വൈ ഇറ്റ്സ് ബിക്കം പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺസ് വാങ്ങുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലാകുമ്പോൾ അത് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. ചാർജിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്കറിയാം. പോസിറ്റീവ് ചാർജ് നമ്മൾ എന്താ ചെയ്യുക? റിപ്പൽ ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. സോ പഠിക്കേണ്ട പോയിന്റ് എന്താ? ലൈക്ക് ചാർജസ് എന്ത് ചെയ്യൂടാ? റിപ്പൽ ചെയ്യുമ്പോൾ അൺലൈക്ക് ചാർജ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുമ്പോൾ അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ദെൻ ഇലക്ട്രിക് ചാർജിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. ഓർക്കുന്നുണ്ടോ എന്താ അഡിറ്റീവ് പ്രോപ്പർട്ടി? ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റത്തിൽ കുറേ ചാർജുകളുണ്ട്. ഏതൊക്കെയാണ്? അതായത് +3 കൂളോം ഉണ്ട്, -2 കൂളോം ഉണ്ട്, +6 കൂളോം ഉണ്ട്, -4 കൂളോം ഉണ്ടെന്ന് വിചാരിക്കുക. സോ ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് Q ആണെങ്കിൽ ഞാൻ ചോദിക്കുക എന്താ? ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഓരോ ചാർജുകൾ എടുത്ത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, ഇൻക്ലൂഡിങ് ദ സൈൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, +3ഉം -4ഉം -2ഉം -2 -4 -6 അല്ലേ? ഈ -6ഉം +6ഉം എന്താണ്? 0 ആണ്. ബാക്കി ആരാ ഉണ്ടാവുക? 3 കൂളോം അല്ലേ? സോ ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി എന്ന് പറഞ്ഞാൽ 3 കൂളോം ആണ്. സോ ചാർജിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് എന്ത്? അഡിറ്റീവ് പ്രോപ്പർട്ടി. സോ ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. അതൊരു പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കും. അതേപോലെ തന്നെ ചാർജ് എന്താണ്? അഡിറ്റീവ് ആണ്. ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന എല്ലാ ചാർജുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ബിക്കോസ് ചാർജ് എന്ത് ക്വാണ്ടിറ്റിയാണ്? അതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. നെക്സ്റ്റ്, ചാർജ് ഈസ് കൺസർവ്ഡ്. നിങ്ങൾ എനർജി കൺസർവേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ചാർജ് കൺസേർവ്ഡ് ആണ്.
ചാർജ് cannot be created nor be destroyed, it can be transferred from one body to another. ഒരു ബോഡിയിൽ നിന്ന് വേറെ ബോഡിയിലേക്ക് നിങ്ങൾക്ക് ചാർജ് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, അല്ലാതെ നശിപ്പിക്കാനൊന്നും പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഈ ഫോർത്ത് വൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന്? ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആഡഡ് ഓർ റിമൂവ്ഡ് ഈസ് ഈക്വൽ ടു, അതായത് ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ്, ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളതെങ്കിൽ നമ്മൾ പറയും ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജായ 1.6 × 10⁻⁹ ആണ്. 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലോ, 2 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് 2 × ഇലക്ട്രോണിൻ്റെ ചാർജ്. 3 ഇലക്ട്രോൺസ് ആണെങ്കിലോ ടോട്ടൽ ചാർജ് Q എന്ന് പറഞ്ഞാൽ 3e ആണ് അല്ലേ. 4 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലോ 4e, 5 ആണെങ്കിലോ 5e. അപ്പോൾ ഞാൻ പറയുകയാണ് ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. n ഇലക്ട്രോൺസ് അവിടെ ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ne ആയിരിക്കും. n ഇലക്ട്രോൺസ് ആർ ദർ. സപ്പോസ് ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ, n ഇലക്ട്രോൺസ് അവിടെ ഉണ്ടെങ്കിൽ, എന്താ മക്കളെ, n ഇലക്ട്രോൺസ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. n ഇലക്ട്രോൺസ് ആർ ദർ, n ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ Q is equal to ne. n ഇലക്ട്രോൺസ് ആർ ദർ, Q is equal to ne. ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇൻറ്റു ബേസിക് എമൗണ്ട് ഓഫ് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇറ്റ്സ് കോൾഡ് ക്വാണ്ടൈസ്ഡ്. Q is equal to ne. Q is equal to ne എന്നുള്ള റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ ഇലക്ട്രോണിൻ്റെ ചാർജ് നിങ്ങൾക്കറിയാലോ 1.6 × 10⁻⁹ കൂളോം. 1.6 × 10⁻⁹ കൂളോം. യെസ്, എക്സാക്ട്ലി. നെക്സ്റ്റ് ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു കൂളോം ചാർജ് ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. എന്താണ്? ഇൻ 1 കൂളോം ഓഫ് ചാർജ്, ഒരു കൂളോം ചാർജിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു കൂളോം ചാർജിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് Q is equal to ne അല്ലേ. ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇൻറ്റു ബേസിക് എമൗണ്ട് ഓഫ് ചാർജ്, ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇൻറ്റു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. നമുക്കറിയാം ഒരു Q എന്ന് പറഞ്ഞാൽ 1 കൂളോമാണ്. സോ 1 is equal to n ഇൻറ്റു ഇൻ്റെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻⁹ ആണ്. അടുത്ത സ്റ്റെപ്പിൽ n is equal to എന്ത് വരും? 1 divided by 1.6 × 10⁻⁹. അടുത്ത സ്റ്റെപ്പിൽ 10⁻⁹ മുകളിലേക്ക് പോകുമ്പോൾ മക്കളെ എന്താ വരിക? 10⁻+19 ഡിവൈഡഡ് ബൈ 1.6. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ? ഒരു കൂളോം ചാർജിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് n is equal to 6.25 × 10⁻18. ഒരു ഇലക്ട്രോണിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം, ഒരു കൂളോം ചാർജിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 6.25 × 10⁻18 ആണ്. 6.25 × 10⁻18. നിങ്ങൾ ആലോചിക്കുക, വലിയൊരു വാല്യൂ ആണല്ലേ. 6.25 കഴിഞ്ഞിട്ട് 18 0 വരണം. അത്രയ്ക്കും വലിയ വാല്യൂ ആണ്. ഒരു കൂളോം ചാർജിൽ ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ദെയർ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. പിന്നെ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ട വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ പ്രോപ്പർട്ടീസാണ്. ആ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? മറക്കരുതേ. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ്. അതേപോലെ വരുന്ന വേറൊരു കാര്യമാണ് ചാർജിങ് ബൈ റബ്ബിങ്. ഒരു ബോഡിക്ക് എങ്ങനെ ചാർജുകൾ കിട്ടുന്നു? ദെർ ആർ 3 മെത്തേഡ്സ്. ഏതൊക്കെയാണ്? റബ്ബിംഗ് ഉണ്ട്, കണ്ടക്ഷൻ ഉണ്ട്, അതേപോലെ ഇൻഡക്ഷൻ ഉണ്ട്. 2 ബോഡികൾ തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയിൽ നിന്ന് മറ്റേ ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും. ഇലക്ട്രോൺസ് വിട്ടു കൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസ് വാങ്ങുന്ന ആൾക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ദിസ് ഈസ് റബ്ബിംഗ്. എന്താണത്? വായിക്കൂ. ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ചാർജ് വിത്ത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഗെറ്റ്സ് ഡെവലപ്ഡ് ഓൺ ദ 2 ബോഡീസ്. അതായത് ഇവിടുന്ന് 2 ഇലക്ട്രോൺസ് ആണ് വിട്ടു കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 2 പോസിറ്റീവ്, ഇവിടെ +2e ആയിരിക്കും. എന്നാൽ ഇവിടുന്ന് 2 ഇലക്ട്രോൺസ് ആണ് അങ്ങോട്ടേക്ക് പോകുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും? -2e ആയിരിക്കും. ഇലക്ട്രോൺസ് വിട്ടു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചാർജ്, ഇലക്ട്രോൺസ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചാർജ്. 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ 2 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ദെൻ ചാർജിങ് ബൈ കണ്ടക്ഷൻ. വാട്ട് ഈസ് കണ്ടക്ഷൻ? ഒരു ബോഡി മറ്റൊരു ബോഡിയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ബോഡി മറ്റൊരു ബോഡിയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, ഒരു ബോഡി മറ്റൊരു ബോഡിയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത്, എന്താ മക്കളെ? യെസ്, ഒരു ബോഡി മറ്റൊരു ബോഡിയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ബോഡിയിൽ ഉണ്ടാകുന്ന ചാർജ് 4 കൂളോമാണ്, ഈ ബോഡിയിൽ ഉണ്ടാകുന്ന ചാർജ് സപ്പോസ് 6 കൂളോമാണ്. ഈ 2 ബോഡികൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ, ഇവർ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചാർജ് ഫ്ലോ സംഭവിക്കും. ചാർജ് ഫ്ലോ സംഭവിച്ച് ഞാൻ ഇവരെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, 2 ആൾക്കാർ ടച്ച് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ, 2 ഒരേ സൈസുള്ള 2 ആളുകൾ, 2 ഒരേ സൈസുള്ള 2 ആളുകൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ ദാറ്റ്സ് കോൾഡ് കണ്ടക്ഷൻ. ചാർജ് ഫ്ലോ ഉണ്ടാവും. ഒരേ സൈസുള്ള ആളുകളാണെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവും. ആദ്യം ഇതിൽ 4 കൂളോം ആയിരുന്നു, ഇതിൽ 6 കൂളോം ആയിരുന്നു. ഇവ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ എത്രയാവും? ഇവ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ ടോട്ടൽ ചാർജ് എത്രയാണ്? 10 കൂളോം വരും. എത്ര വരും?
10 കൂളോം. സോ ഈ 10 കൂളോം ആയിരിക്കും ടോട്ടൽ ചാർജ്. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോഴോ ഇത് 4 കൂളോം ഇത് 6 കൂളോം. ടച്ച് ചെയ്യുമ്പോൾ എത്രയാണ് 10 കൂളോം. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിലെ ചാർജ് 5 കൂളോമും ഇതിലെ ചാർജ് 5 കൂളോം ആയിട്ട് മാറും. എപ്പോൾ ഐഡൻറ്റിക്കൽ ബോഡീസ് ആണെങ്കിൽ മാത്രം. ഐഡൻറ്റിക്കൽ ബോഡീസ് ആണെങ്കിൽ സെയിം സൈസുള്ള രണ്ടാളുകൾ, 2 ഡിഫറെൻറ്റ് ചാർജുള്ള ആളുകൾ ടച്ച് ചെയ്യുമ്പോൾ ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് കോൾഡ് കണ്ടക്ഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കണ്ടക്ഷൻ. ഒരു കാര്യം കൂടി നിങ്ങളവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇറ്റ്സ് കോൾഡ് ഇൻഡക്ഷൻ. വാട്ട് ഈസ് ഇൻഡക്ഷൻ? ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ചാർജ് ഈസ് ഇൻഡ്യൂസ്ഡ് ഓൺ ദ നിയർ സൈഡ് ആൻഡ് സെയിം ടൈപ്പ് ഓഫ് ദ ചാർജ് സെയിം ടൈപ്പ് ഓൺ ദ ഫാർ സൈഡ് ഇൻഡ്യൂസ്ഡ് ചാർജ്. അതായത് ഒന്നുമില്ലടാ, നിങ്ങളിപ്പോൾ എന്ത് പഠിച്ചു? കണ്ടക്ഷൻ പഠിച്ചു. കണ്ടക്ഷനിൽ ഒരു കേസാണ് നിങ്ങൾ പഠിച്ചത്, ഐഡൻറ്റിക്കൽ കേസ്. നോൺ ഐഡൻറ്റിക്കൽ കേസ് ഡിഫറൻറ്റ് സൈസ് ആണെങ്കിൽ സാർ എന്താ സംഭവിക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അത് നമ്മൾ ശരിക്കും അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണേ, ഇനി ഇൻഡക്ഷനാണ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ടച്ചിങ് ആണ്. കണ്ടക്ഷനും റബ്ബിങ്ങും ഒക്കെ എന്താണ്? രണ്ടാളുകൾ തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? കണ്ടക്ഷൻ ആണെങ്കിലും റബ്ബിംഗ് ആണെങ്കിലും 2 ബോഡികൾ തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ 2 ബോഡികൾ തമ്മിൽ ടച്ച് ചെയ്യാതെ ഒരു ബോഡിയിൽ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ഇൻഡക്ഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഇൻഡക്ഷൻ. ലിസൺ. ലിസൺ. അങ്ങനെ നിൽക്കട്ടെ. ലിസൺ. ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഇതൊരു ന്യൂട്രൽ ബോഡിയാണ്. ഇവൻ ഒരു ന്യൂട്രൽ ബോഡിയാണ്. ഇതിൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും ഈക്വലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ്? ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തേക്ക് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നിൽക്കുന്ന ഒരു സ്ഥലത്ത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡിയെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കുക? ഓഫ് കോഴ്സ് പോസിറ്റീവ് ചാർജുകളൊക്കെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ലൈക്ക് ചാർജസ് ഒക്കെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുമെന്ന് പറയുന്ന പോലെ സെയിം ചാർജുകളൊക്കെ എന്ത് ചെയ്യടോ? റിപ്പൽ ചെയ്ത് നിൽക്കും. സെയിം ചാർജുകളൊക്കെ റിപ്പൽ ചെയ്ത് നിൽക്കും. അപ്പോൾ സെയിം ചാർജുകളൊക്കെ റിപ്പൽ ചെയ്യും. ഐഡൻറ്റിക്കൽസ് സെയിം അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജൊക്കെ എന്ത് ചെയ്യും? ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. എന്നാൽ നെഗറ്റീവ് ചാർജൊക്കെ ഈ സൈഡിലേക്ക് വന്ന് നിൽക്കും. പോസിറ്റീവ് ചാർജൊക്കെ ഈ സൈഡിലേക്ക് മൂവ് ചെയ്യും. ഈ വന്നിരിക്കുന്ന പോസിറ്റീവ് ചാർജിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ എർത്ത് ചെയ്താൽ മതി. എർത്ത് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജൊക്കെ എന്ത് ചെയ്യടാ? നഷ്ടപ്പെടും. ഈ പോസിറ്റീവ് ചാർജൊക്കെ എർത്തിലേക്ക് കയറിപ്പോവും. അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എർത്തിൽ നിന്ന് വന്ന് അതിനെ നഷ്ടപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജ് സാറേ എന്തുകൊണ്ടാണ് ഈ എർത്തിലേക്ക് മൂവ് ചെയ്യാത്തതെന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരും. ഇപ്പുറത്ത് ഞാനൊരു പോസിറ്റീവ് റോഡിനെ വെച്ചിട്ടുണ്ട്. ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഇതിനെ പിടിച്ച് വലിക്കുന്നത് കൊണ്ടാണ് ഇവർ അവിടെ നിൽക്കുന്നത്. ഈ പോസിറ്റീവ് ചാർജൊക്കെ എർത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? ബാക്കി ഉണ്ടാവുക ഈ നെഗറ്റീവ് ചാർജുകൾ മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്ത് ചെയ്തു? ആകെ എർത്തിങ് എന്നുള്ളൊരു പരിപാടി മാത്രം ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ മൊത്തത്തിൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജും ആയിട്ട് നിന്ന ആൾ എന്തായിട്ട് മാറി? കംപ്ലീറ്റ്ലി നെഗറ്റീവ് ചാർജുള്ള ഒരു ബോഡി ആയിട്ട് മാറിയില്ലേ? അതാണ് ഈ പറയുന്ന പോയിന്റ്. ഇറ്റ്സ് കോൾഡ് ഇൻഡക്ഷൻ വിത്തൗട്ട് ടച്ചിങ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാട്ടോ. ഇൻഡക്ഷൻ. വാട്ട് ഈസ് ഇൻഡക്ഷൻ? ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡിയെ ചാർജ് ഒരു ന്യൂട്രലായി നിൽക്കുന്ന ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിലെന്ത് സംഭവിക്കും? ലൈക്ക് ചാർജൊക്കെ അതിൽ നിന്ന് റിപ്പൽ ചെയ്ത് ആ ഫാർ സൈഡിൽ പോയി നിൽക്കുമ്പോൾ അൺലൈക്ക് ചാർജസ് ഒക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ലൈക്ക് ചാർജിനെ എർത്ത് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജുകൾ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് കോൾഡ് ഇൻഡക്ഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്ഷൻ. ഫോർ എൻട്രൻസിൽ നമ്മൾ അതിനൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷനാണ് ആ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷനാണ് Q ഡാഷ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു 1 - 1/K. ഇത് പ്യൂർലി എൻട്രൻസിനുമാണ് നമ്മൾ പഠിപ്പിക്കാറ്. എന്നാൽ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. K എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. K എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള നെക്സ്റ്റ് ഒരു പോയിൻ്റ് ആണെന്ത്? കൂളോംസ് ലോ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണെന്ത്? കൂളോംസ് ലോ. വാട്ട് ഈസ് കൂളോംസ് ലോ? കൂളോംസ് ലോ നിർബന്ധമായിട്ടും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. ഫോഴ്സ് ഇൻ വാക്യൂം ആണ്. ഇഫ് 2 point charges Q1 and Q2 separated by a distance are in vacuum, the magnitude of force is directly proportional to product of the charges and inversely proportional to square of the distance between them. നമ്മൾ പറയുന്ന പോയിന്റ് വളരെ സിമ്പിളാണ്. അതായത് Q1 എന്നുള്ള ചാർജ് ഉണ്ട്, Q2 എന്നുള്ള ചാർജ് ഉണ്ട്. ഇവ തമ്മിലുള്ള ദൂരമാണെന്ത്? R. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം R ആണെങ്കിൽ ഇവ തമ്മിൽ എക്സൈഡ് ചെയ്യുന്നത്
പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ ഇവ തമ്മിൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ചാർജുകളാണെങ്കിൽ ഇവ തമ്മിൽ അട്രാക്ട് ചെയ്യും. സോ ഇവ തമ്മിലുണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആയിക്കോട്ടെ, രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഒന്ന് Q1 Q2 ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. സോ എനിക്ക് പറയാൻ വേണ്ടി പറ്റും F is equal to K into Q1 Q2 divided by R square. There is a proportionality constant K. F is equal to K into Q1 Q2 divided by R square. ആ Kനെ വിളിക്കുന്ന പേരാണ് മക്കളെ കോൺസ്റ്റൻറ്റ്. അതെന്താണ്? K is equal to 1/4πε0. ഇതിൻ്റെ വാല്യൂ നിർബന്ധമായിട്ട് പഠിക്കണം. ദ വാല്യൂ ഓഫ് 1/4πε0 എന്ന് പറഞ്ഞാൽ 9 × 10⁻⁹ ആണ്. ദ വാല്യൂ ഓഫ് 1/4πε0 is 9 × 10⁻⁹. വേർ ഈ ε0 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പെർമിറ്റിവിറ്റി? ε0യുടെ വാല്യൂ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അത് എത്രയാ? 8.85 × 10⁻12. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് പോസിറ്റീവ് ചാർജുകളായിക്കോട്ടെ, രണ്ട് നെഗറ്റീവ് ചാർജുകളായിക്കോട്ടെ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ചാർജ് ആയിക്കോട്ടെ. സോ ലൈക്ക് ചാർജസുകൾ തമ്മിൽ എന്താണ്ടാവുക? റിപ്പൾസീവ് ഫോഴ്സും അൺലൈക്ക് ചാർജസ് തമ്മിൽ എന്താണ്ടാവുക? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഒരു രണ്ട് ചാർജുകൾ തരുന്നു, ഈ രണ്ട് ചാർജുകൾ തമ്മിലുണ്ടാവുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പോകേണ്ട ഇക്വേഷൻ ആണെന്ത്? കൂളോംസ് ലോ. എന്താണ് ഇക്വേഷൻ? ഇഫ് 2 പോയിന്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 by R square. പറയടാ, F is equal to 1/4πε0 Q1 Q2 divided by R square. വേറെ 1/4πε0യുടെ വാല്യൂ ആണ് എത്രയാ? 9 × 10⁻⁹. ആൻഡ് ദ വാല്യൂ ഓഫ് ε0 ആണ് എത്രയാ? 8.85 × 10⁻12. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വേറെ ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ദ വാല്യൂ ഓഫ് ε0 ഈസ് 8.854 × 10⁻12. വേർ ജസ്റ്റ് നോട്ട് ദ യൂണിറ്റ് കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതേപോലെ തന്നെ കെയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. രണ്ടും തിരിച്ചാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ യൂണിറ്റ് നിങ്ങൾ പഠിക്കുക. ഒന്നെങ്കിൽ ε0ൻ്റെ യൂണിറ്റ് പഠിക്കുക, അല്ലെങ്കിൽ കെൻ്റെ യൂണിറ്റ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സാർ കെൻ്റെ യൂണിറ്റ് എങ്ങനെ ഓർത്തെടുക്കാമെന്നൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യൂ. F is equal to K Q1 Q2 അല്ലേ. സോ K is equal to F into R square divided by Q1 Q2 എന്ന് ചെയ്താലോ. സോ K ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ കൂളോം സ്ക്വയർ. ദിസ് ഇസ് ദ യൂണിറ്റ് ഓഫ് K. സോ കെയുടെ യൂണിറ്റ് എന്താണോ അത് നേരെ തിരിച്ചിടുന്നതാണ് എന്ത്? ε0ൻ്റെ യൂണിറ്റ്. സോ ഏതെങ്കിലും ഒരു യൂണിറ്റ് വ്യക്തമായിട്ട് പഠിക്കാം. ഫൈൻ. അടുത്തൊരു പോയിൻ്റാണ്. ഇനി രണ്ട് ചാർജുകൾ തമ്മിൽ ഇടയിൽ ഒരു മീഡിയം, നമ്മൾ വാക്വം ആണല്ലോ പഠിച്ചത്. ഇനി മീഡിയം വന്നാലോ? രണ്ട് ചാർജുകളുടെ ഇടയിൽ ഒരു മീഡിയം വന്നാലേ നമ്മളെങ്ങനെയാണ് ഫോഴ്സ് കണ്ടുപിടിക്കുക? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എന്താണ്? രണ്ട് ചാർജുകളുടെ ഇടയിൽ ഒരു മീഡിയം വന്നാലോ? ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് Q1 Q2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R ആണ്. ഇത് വാക്വത്തിലാവുന്ന സിറ്റുവേഷൻ അല്ലേ. സപ്പോസ് ഇതിനെടുത്ത് ഞാൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ കൊണ്ടുവച്ചു. ഈ രണ്ട് ചാർജുകളും അവ തമ്മിലുള്ള ദൂരവും മാറാതെ ഞാൻ അതിലൂടെ വെള്ളത്തിൽ കൊണ്ടുവച്ചു. വാട്ട് ഹാപ്പൻസ് ടു ന്യൂ ഫോഴ്സ്? ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സിന് എന്ത് സംഭവിക്കും എന്ന ചോദ്യം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ആ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. എന്താ മക്കളെ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. എന്താണത്? വാട്ട് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ചോദിക്കാറുണ്ട്. ഡിഫൈൻ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇത് രണ്ടും സെയിം ആളുകളാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം. ε0 is equal to ε divided by ε0. വേറെ ε അല്ലെങ്കിൽ K എന്ന് വിളിക്കാറുണ്ട്. K എന്ന് പറഞ്ഞാൽ ε divided by ε0. K എന്ന് പറഞ്ഞാൽ എന്താ? ε divided by ε0. രണ്ടിൻ്റെയും റെപ്രസെൻറ്റേഷൻ മനസ്സിലാക്കൂ. ഒന്ന് ഇങ്ങനെ എഴുതിയിട്ട് ε അല്ലെങ്കിൽ K. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ഓർ ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ല, യൂണിറ്റും ഇല്ല. വാക്വത്തിലുണ്ടാകുന്ന വാല്യൂ 1 ആണ്. അപ്രോക്സിമേറ്റ്ലി എയർ ആണ്. 81 ഫോർ വാട്ടർ. അപ്രോക്സിമേറ്റ്ലി ഉള്ള വാല്യൂ അടച്ചാ കൊടുത്തത്. കണ്ടക്ടേഴ്സിന് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. കണ്ടക്ടേഴ്സിന് Kൻ്റെ വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. സോ എന്തുകൊണ്ടാണ് ഞാനിവിടെ പറയാൻ വേണ്ടി കാരണം, ഞാൻ കൂളോംസ് ലോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൂളോംസ് ലോ വാക്വത്തിൽ നമ്മൾ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ബോർഡ് എക്സാമിന് എന്തൊക്കെയാണ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അത് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇപ്പോൾ ഒരു മാർക്കിന് ചോദിക്കുകയാണ് വാട്ട് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. എന്താ ചെയ്താൽ നിങ്ങൾ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് വാക്വം and K is equal to ε divided by ε0 or K is equal to ε is equal to ε divided by ε0, whatever it is.
അതിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല, നിങ്ങൾ പഠിപ്പിക്കണം. അതിനുശേഷം വരുന്ന ചോദ്യമാണ് മീഡിയത്തിൽ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? ഈ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ ആണെന്ന് ചോദ്യത്തിൽ പറയുന്നു. ഈ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ ആണെന്ന് ചോദ്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ ആൻസറിലേക്ക് മൂവ് ചെയ്യുക? എവരി വൺ വെരി കെയർഫുൾ. നമുക്കറിയാം മീഡിയത്തിൽ വെക്കുണ്ടാവുന്ന ഫോഴ്സ് എഫ് എം എന്ന് പറഞ്ഞാൽ കെ 1/4πε0 ഇൻറ്റു 1/4π എയർ ആവുന്ന സമയത്താണ് നമ്മൾ ε0, വാക്വം ആകുമ്പോഴാണ് ε0 എയർ എന്ന് കൊടുക്കുന്നത്. മീഡിയം ആകുമ്പോൾ അവിടെ എപ്സിലോൺ എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. Q1 Q2 /r². നോർമലി നമ്മൾ എഴുതുന്ന ഇക്വേഷൻ എന്താ? 1/4πε0 Q1 Q2/r² അല്ലേ? എന്നാൽ ഇത് വാക്വം അല്ല. ഒരു മീഡിയം ആകുമ്പോൾ നിങ്ങൾ അവിടെ ε0 എന്ന് കൊടുക്കരുത്. അവിടെ എന്ത് കൊടുക്കണം? എപ്സിലോൺ എന്ന് കൊടുക്കണം. എന്ത് കൊടുക്കണം? എപ്സിലോൺ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയുകയാണ് വാട്ട് ഈസ് കെ? കെ എന്ന് പറഞ്ഞാൽ ε/ε0 അല്ലേ? സോ എപ്സിലോണിന് എനിക്ക് എന്ത് കൊടുക്കാം? കെ ഇൻറ്റു ε0 എന്ന് കൊടുത്തൂടെ? സോ അടുത്ത സ്റ്റെപ്പിൽ ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോണിന് എന്ത് കൊടുക്കും? കെ ഇൻറ്റു ε0 ഇൻറ്റു Q1 Q2/r². Q1 Q2 /r². ഞാൻ ചോദിക്കട്ടെ 1/4π ε0 Q1 Q2/r². ഇതെന്താ? 1/4π ε0 Q1 Q2/r² എന്ന് പറയാൻ എന്താ? രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് r, അതൊരു എയറിലാണല്ലേ, വാക്വത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ? സോ ഫോഴ്സ് ഇൻ മീഡിയത്തിൽ ഈ 1/4π ε0 Q1 Q2/r² എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ എയർ അല്ലേ? സോ ഫോഴ്സ് ഇൻ എയർ /k എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ദിസ് ആണ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. അതായത് ഒരു മീഡിയത്തിലേക്ക് നമ്മൾ ചാർജിൻ്റെ ഡിസ്റ്റൻസ് മാറ്റാതെ കൊണ്ടുവെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ത് സംഭവിക്കും? ഫോഴ്സ് കുറയും. ഫോഴ്സ് എന്ത് സംഭവിക്കും? ഫോഴ്സ് കുറയും. ഫോഴ്സിന് എന്ത് സംഭവിക്കും മക്കളെ? ഫോഴ്സ് കുറയും. ഫോഴ്സിന് എന്ത് സംഭവിക്കും മക്കളെ? ഫോഴ്സ് കുറയും. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഭയങ്കര ഈസി ആയിട്ട് മാറും. ശ്രദ്ധിച്ച് കേൾക്കുമോ? യെസ്. അതായത് എയറിൽ രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് r ആണ്. ഇത് എയറിൽ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് ഇൻ എയർ 30 ന്യൂട്ടൺ ആണ്. ഇതേ ആളിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിൽ കൊണ്ടുവച്ചു. ആ മീഡിയത്തിൽ ഉണ്ടാകുന്ന ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഞാൻ പറയുകയാണ് കെൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കും. വെറുതെ വിചാരിക്കും കെൻ്റെ വാല്യൂ 2 ആണ്. കെൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. കെൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇറ്റ്സ് ന്യൂ ഫോഴ്സ്? ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ എയർ /k അല്ലേ? ഫോഴ്സ് ഇൻ എയർ 30 ആണ്. കെൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഫോഴ്സ് ഇൻ മീഡിയം 15 ന്യൂട്ടൺ ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ വാട്ട് ഹാപ്പൻസ്? എയറിലുണ്ടാവുന്ന ഫോഴ്സ് ഒരു മീഡിയത്തിൽ കൊണ്ടുവച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 30 ഉള്ളത് 15 ആയി, കുറഞ്ഞു. എന്ത് സംഭവിച്ചു? ഡിക്രീസസ്. സോ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്സ് നോക്കുക. കൂളോംസ് ലോന്റെ സ്റ്റേറ്റ്മെൻറ്റ് 2 മാർക്കിന് ചോദിക്കും. കൂളോംസ് ലോന്റെ സ്റ്റേറ്റ്മെൻറ്റ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് പഠിക്കുക, എല്ലാ വാല്യൂസിൻ്റെയും യൂണിറ്റ് പഠിക്കുക, അതേപോലെ വാല്യൂസ് ε0 1/4π ε0 വാല്യൂസ് പഠിക്കുക. മീഡിയത്തിൽ കൊണ്ടുവെക്കുമ്പോൾ ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഫോഴ്സ് കുറയും എന്ന് പഠിക്കുക. എത്ര കുറയും എന്ന് ചോദിച്ചാൽ ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ /k ടൈംസ് കുറയും എന്നുള്ള റിലേഷൻ നിങ്ങൾ പഠിക്കുക. ക്ലിയർ ആണേ? സെറ്റാണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യം സംശയമോ കാര്യങ്ങളോ ഇല്ലല്ലോ? നിർബന്ധമായിട്ട് ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് റിവൈസ് ചെയ്യും. അപ്പോൾ ഇതിന് ബോർഡ് എക്സാമിന് വന്ന ചോദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. 1 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് ചെയ്തുകൂടെ? എന്താണത്? ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇസ് എ ബേസിക് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ പോലെ വേർ Q is equal to എന്താ മക്കളെ? Q is equal to NE എന്നുള്ള റിലേഷൻ നിങ്ങൾ അവിടെ എഴുതും. 1 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ തന്നെ എഴുതണം. ഫോഴ്സ് ബിറ്റ്വീൻ 2 ഇലക്ട്രിക് ചാർജസ് ഈസ് 10 ന്യൂട്ടൺ when placed in free space and the force reduced to 5 Newton when placed in a medium of dielectric constant K. Find the value of K. അതായത് എയറിലുണ്ടാവുന്ന സമയത്തുണ്ടാവുന്ന ഫോഴ്സ് ഇൻ എയർ എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ആണ്. മീഡിയത്തിലുണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. K കണ്ടുപിടിക്കാനാണ് ചോദ്യം. ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ഇൻ മീഡിയം, ഫോഴ്സ് ഇൻ എയർ ആൻഡ് K. നിങ്ങൾക്കിപ്പോൾ പഠിപ്പിച്ചു തന്നിട്ടേ ഉള്ളൂ. എന്താണത്? ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ എയർ /k അല്ലേ? ഫോഴ്സ് ഇൻ മീഡിയം എത്രയാണ്? 10 ആണ്. ഫോഴ്സ് ഇൻ മീഡിയം 5 ആണ്. ഫ്രീ സ്പേസിൽ 10 ആണ്. K അല്ലേ ചോദ്യം. സോ K is equal to 10 / 5. സോ ആൻസർ ഈസ് 2. അപ്പോൾ Kൻ്റെ വാല്യൂ 2 ആണ് വരിക. അപ്പോൾ 2 മാർക്ക് നമ്മൾ നേടിയേ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വരുമ്പോൾ ഇങ്ങനെ റിലേഷൻസ് കണക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ
സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് 2 പോയിന്റുകൾ. ഇതാ റിസൾട്ട് നിങ്ങൾക്ക് അറിയോ, അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയോ എന്നുള്ള ചെക്കിങ് മാത്രമാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ബോർഡ് എക്സാമിന് ചോദ്യങ്ങൾ വളരെ ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ. നെക്സ്റ്റ് നോക്കണേ. നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? Electric field is the space around a charged system in which any other charge can experience an electric force of attraction or repulsion. ഞാൻ പറയുകയാണ്, ഇവിടെ Q എന്നുള്ളൊരു ചാർജ് ഉണ്ട്. ഈ Q എന്നുള്ള ചാർജ് ചുറ്റും എന്തോ ഒരു സ്പേസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഈ സ്പേസ് എപ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കൈമിലൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇപ്പുറത്തൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇവ തമ്മിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഈ ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ ഇവ തമ്മിൽ എന്തില്ല? ദർ ഇസ് നോ അട്രാക്ഷൻ ഓർ ദർ ഇസ് നോ റിപ്പൽഷൻ. പക്ഷേ ഇവർ തമ്മിൽ അടുത്തേക്ക് വരുമ്പോൾ എന്ത് കാണിക്കുന്നുണ്ട്? അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൽഷനോ കാണിക്കുന്നുണ്ട്. ഇത് പോസിറ്റീവ് ചാർജാണ്, ഇതും പോസിറ്റീവ് ചാർജാണ്. ഇവ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽഷൻ കാണിക്കും അല്ലേ? റിപ്പൽഷൻ. അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണെങ്കിൽ തമ്മിൽ അട്രാക്ഷൻ കാണിക്കും. എപ്പോൾ? ആ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു Q0 എന്നുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, Q0 എന്നുള്ളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉള്ള Q0 എന്നുള്ള യൂണിറ്റ് ചാർജ് പോസിറ്റീവ് ചാർജ് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇപ്പോഴൊന്നും എന്തില്ല? ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഇല്ല, ഫോഴ്സ് ഓഫ് റിപ്പൽഷനും ഇല്ല. പക്ഷേ ഈ Q എന്നുള്ള ചാർജ് ചുറ്റുമുണ്ടാകുന്ന സ്പേസാണ്, ഈ യെല്ലോ കളറുള്ള സ്പേസാണ് എന്ത്? ഈ യെല്ലോ കളറിൽ ഉണ്ടാകുന്ന ഇതിൻ്റെ ഈ ഒരു സ്പേസാണെന്ന് മക്കളെ എന്ത്? അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിക്കും. സോ ഈ സ്പേസിലേക്ക് ഞാൻ വേറൊരു ചാർജ് പാർട്ടിക്കിളിനെ കൊണ്ടുവരുമ്പോൾ, ആ സ്പേസിലേക്ക് വേറൊരാൾ വരുമ്പോഴാണ് എന്ത് പ്രശ്നം വരുന്നത്? ആ സ്പേസിലേക്ക് വേറൊരാൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ അട്രാക്ഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ റിപ്പൽഷൻ സംഭവിക്കാം. സോ ഈ Q0 എന്നുള്ള ചാർജിൻ്റെ മുകളിൽ ഈ Q എന്നുള്ള ചാർജ് കൊടുക്കുന്ന ഫോഴ്സ് നമുക്കറിയാമെങ്കിൽ, ഇതിനെ നമ്മൾ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് F ആണ്. ഈ Q0 എന്നുള്ള ചാർജ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ എത്തുന്ന സമയത്ത് ഈ Q0ൻ്റെ മുകളിൽ ഈ Q എന്നുള്ള ചാർജ് കൊടുക്കുന്ന ഫോഴ്സ് F ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത് F/Q0 ആയിരിക്കും. ആ Q0 എന്നുള്ള ചാർജ് പാർട്ടിക്കിളിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ കൊണ്ടുവന്ന ചാർജ് Q0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F/Q0. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F/Q0 എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F/Q0. ദെൻ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇലക്ട്രിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് അറ്റ് എ പോയിന്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാർജ് പാർട്ടിക്കിളിന് ചുറ്റുമുണ്ടാകുന്ന സ്പേസാണ്. ആ സ്പേസിലേക്ക് വേറൊരു ചാർജ് പാർട്ടിക്കിൾ വരുമ്പോഴാണ് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുക അല്ലേ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഡെഫിനിഷൻസ് പഠിക്കൂ, മാർക്ക് സ്കോർ ചെയ്യൂ. ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്സ് വെരി സ്മോൾ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണെങ്കിൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ്. ഈ Q0 ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചെറിയ ചാർജാണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെന്നുള്ളൊരു പോയിൻ്റാണ്. ഇറ്റ് മസ്റ്റ് ബി നെഗ്ലിജിബിളി സ്മോൾ, സോ ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റർബ് ദ ഫീൽഡ് മെഷേർഡ്. അതായത് ഈ Q എന്നുള്ള ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഈ ചെറിയ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാൻ പാടില്ല? ആൾട്ടർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് Q0 വളരെ ചെറുതായിരിക്കണം. ദാറ്റ്സ് വൈ വി കൺസിഡർ ഇറ്റ് ആസ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കണം. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പഠിക്കണം. എന്താ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് അല്ലേ? സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണെങ്കിൽ ന്യൂട്ടൺ പെർ കൂളോം. സോ ന്യൂട്ടൺ പെർ കൂളോം ഈസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അനദർ യൂണിറ്റ് നിങ്ങൾ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിൽ പഠിക്കും, അതായത് വോൾട്ട് പെർ മീറ്റർ. നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ V/D ആണ്. ഇലക്ട്രിക് ഫീൽഡ് V/D ആണെന്നും കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കും വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ഞാനവിടെ ജസ്റ്റ് റിലേഷൻ എഴുതിയിട്ടുണ്ട്. ഈ 2 യൂണിറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? MLT⁻², ചാർജ് AT അല്ലേ? സോ MLT മുകളിൽ പോകുമ്പോൾ T⁻³ A മുകളിൽ പോകുമ്പോൾ A⁻². സോ ഇലക്ട്രിക് ഫീൽഡ് ഡയമെൻഷൻ MLT⁻³ ആൻഡ് A⁻1 ആയിരിക്കും. ദെൻ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആലോചിക്കണേ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഈസ് ഡയറക്റ്റഡ് എവേ ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് ഡയറക്റ്റഡ് ടുവാർഡ്സ് എ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് നിങ്ങളൊരു ചെറിയ Q0നെ കൊണ്ടുവച്ചാൽ ഈ Q എന്നുള്ള ചാർജ് ഇതിനെ എന്താ ചെയ്യുക? അടുത്തേക്കാണോ പിടിച്ചു വലിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടേക്കാണോ തള്ളുക? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നിങ്ങളൊരു പോസിറ്റീവ് ചാർജിനെ അടുത്ത് കൊണ്ടുവച്ചാൽ അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നീ അങ്ങോട്ടേക്ക് പോ, എൻ്റെ അടുത്ത് നിന്ന് പോ എന്നല്ലേ പറയുക. അതായത് ഈ പോസിറ്റീവ് ചാർജ് ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തള്ളും. ഇലക്ട്രിക് ഫീൽഡ് എവേ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, റേഡിയലി എവേ ഫോർ പോസിറ്റീവ് പോയിൻറ്റ് ചാർജ്. പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എപ്പോഴും എവേ ആയിരിക്കും. നെഗറ്റീവ് ചാർജിലാണെങ്കിലോ ഈ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്ത് ഞാനൊരു സ്മോൾ പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവച്ച് എന്താ ചെയ്യുക? നീ എൻ്റെ അടുത്തേക്ക് വാ അല്ലേ? നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ചെറിയ പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് പിടിച്ചു വലിക്കും അല്ലേ?
സോ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് എപ്പോഴും എവേ ആണെങ്കിൽ നെഗറ്റീവ് ചാർജിൽ ഫീൽഡ് ലൈൻസ് എപ്പോഴും ടുവാർഡ്സ് ആയിരിക്കും എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താ മക്കളെ? പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് എപ്പോഴും എവേ പോവുകയാണ്, പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ നെഗറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് എപ്പോഴും ടുവാർഡ്സ് ആയിരിക്കും. നെഗറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്തായിരിക്കും? ടുവാർഡ്സ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതായത് ഞാൻ പറയുന്നു ഇവിടെ ഒരു ക്യാപിറ്റൽ ക്യൂ അല്ലെങ്കിൽ ഒരു സ്മോൾ ക്യൂ എടുക്കുക അല്ലേ. ഇവിടെ ഒരു ക്യൂ എന്നുള്ള ചാർജ് ഉണ്ട്. ഈ ക്യൂ എന്നുള്ള ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ എന്തുണ്ട്? ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു ഞാൻ ഇവിടെ ഒരു Q0 എന്നുള്ള ചാർജിനെ കൊണ്ടുവച്ചു. എനിക്ക് ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടിരിക്കണം. ആ പോയിന്റ് ഞാൻ P എന്ന് വിളിച്ചു. സോ ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഈ Q0ൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ബൈ ചാർജാണ്. ആ Q0 എന്നുള്ള ചാർജിൻ്റെ മുകളിൽ ഇവൻ കൊടുക്കുന്ന ഫോഴ്സ്, ഈ പോസിറ്റീവ് ചാർജ് അതിനെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ബൈ Q0 ആണ്. സോ വാട്ട് ഈസ് ഫോഴ്സ് ഹിയർ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം K ഇൻറ്റു ക്യാപിറ്റൽ Q ഇൻറ്റു Q0 ഡിവൈഡ് ബൈ R സ്ക്വയർ ബൈ കൂളോംസ് ലോ. കൂളോംസ് ലോ പ്രകാരം F is equal to Q0 ഡിവൈഡ് ബൈ R സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോ F ബൈ Q0 F ഡിവൈഡ് ബൈ Q0 is equal to KQ ഡിവൈഡ് ബൈ R സ്ക്വയർ എന്ന് വരും. KQ ഡിവൈഡ് ബൈ R സ്ക്വയർ. സോ ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു KQ ബൈ R സ്ക്വയർ പഠിക്കണം. അതായത് Q എന്നുള്ള ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചാൽ K ഇൻറ്റു Q ഡിവൈഡ് ബൈ R സ്ക്വയർ ഓർ K എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4πε0 Q ബൈ R സ്ക്വയർ. ദിസ് ഈസ് ദ റിസൾട്ട്. 1/4πε0 Q ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു KQ ബൈ R സ്ക്വയർ or 1/4πε0 Q divided by R square. 1/4πε0 Q divided by R square. This is the result. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജ്, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട റിസൾട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പഠിക്കുക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ രണ്ട് ഇക്വേഷൻസ് പഠിക്കുക, യൂണിറ്റ് പഠിക്കുക, ഡയമെൻഷൻ പഠിക്കുക. അതിനുശേഷം ഇതിന് ചോദ്യങ്ങൾ വരിക. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഏതാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിലേഷനിൽ എന്താ പറയുക തിയറി ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ്. Properties of electric field lines. What is electric field lines? It's an imaginary lines used to visualize electric field. Electric field visualize ചെയ്യാൻ വേണ്ടിയുള്ള imaginary lines ആണ് electric field lines. ഇത് ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ആവാം, കർവ്ഡ് ആവാം. സ്ട്രെയിറ്റ് ലൈൻസ് ആവാം, കർവ്ഡ് ലൈൻസ് ആവാം. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും പറയണം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവ് ടു നെഗറ്റീവ്. Electric field lines originate from positive charge and terminate on a negative charge. Electric field lines പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നെഗറ്റീവ് ചാർജിൽ അത് എൻഡ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു ഇതൊരു പോസിറ്റീവ് ചാർജാണ്, ഇതൊരു നെഗറ്റീവ് ചാർജാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ പോയിട്ട് എൻഡ് ചെയ്തു. ഇനി ഏതൊരു പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടാൻ എന്താ ചെയ്യുക അറിയോ? സപ്പോസ് ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കെന്ന് ചോദിച്ചാൽ അവിടുത്തെ നമ്മൾ എന്ത് വരയ്ക്കും? ടാൻജൻറ്റ് വരയ്ക്കും. എന്ത് വരയ്ക്കും? ടാൻജൻറ്റ് വരയ്ക്കും. ആരെ വരയ്ക്കും? ടാൻജൻറ്റ് വരയ്ക്കും. ദ ടാൻജൻറ്റ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഏതൊരു പോയിന്റിലെയും ഡയറക്ഷൻ കിട്ടാൻ അവിടുത്തെ ടാൻജൻറ്റ് വരച്ചാൽ മതി. ദെൻ കുറേ ഫീൽഡ് ലൈൻസ് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ relative closeness of field lines indicates the relative strength of the electric field at different points. Suppose ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്താണെന്ന് വിചാരിക്കും. ഐ ആം കൺസിഡറിങ് 2 points. ഇവിടെ ഞാൻ എ എന്നുള്ളൊരു പോയിൻറ്റും ഇവിടെ ഞാൻ ബി എന്നുള്ളൊരു പോയിൻറ്റും ചോദിക്കുന്നു. എൻ്റെ ചോദ്യം ഇവിടെ എയിലെ സ്ട്രെങ്ത് ആണോ ബിയിലെ സ്ട്രെങ്ത് ആണോ കൂടുതൽ എന്നെ ചോദ്യം. എ എന്നുള്ള പോയിന്റിലെ ആണോ അതോ ബി എന്നുള്ള പോയിന്റിലെ സ്ട്രെങ്ത് ആണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം സാർ എ എന്നുള്ള പോയിന്റിലെ സ്ട്രെങ്ത് ആണ് കൂടുതൽ. എന്തുകൊണ്ടാണ്? അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ബി എന്നുള്ള പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എത്രയാണ്? ഫാർ ആയിട്ടാണ് നിൽക്കുന്നത്, അടുത്തടുത്തല്ല നിൽക്കുന്നത്. സോ ക്ലോസ് ആയി നിൽക്കുമ്പോൾ സ്ട്രെങ്ത് കൂടുതലാണ്, ഫാർ ആയി നിൽക്കുമ്പോൾ സ്ട്രെങ്ത് കുറവാണെന്നുള്ളൊരു കാര്യം സാറ് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ two electric field lines never cross each other because have രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യില്ല? two electric field lines never cross each other because have two direction at the same point. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോർ ബോർഡ് എക്സാമിന് വരുന്ന പോയിന്റുകൾ മാത്രം ഞാനൊന്ന് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ബോർഡ് എക്സാമിന് മാത്രം വരുന്ന കുറച്ച് പോയിന്റുകൾ മാത്രം ഞാൻ സ്പെസിഫൈ ചെയ്യാം.
യെസ്, നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഇത്രയും പോയിന്റുകളൊന്നും എഴുതണ്ട. 7 points is enough. 7 points is enough. അതായത് 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ ബിക്കോസ് എന്താണ്, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്ട് ചെയ്യില്ല. എന്തുകൊണ്ടായിരിക്കും മക്കളെ, നിങ്ങൾ പറ. 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. വൈ? ബിക്കോസ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ഞാൻ പറയുന്നു ഈ ഒരു പോയിന്റിൽ ഇയാളുടെ ടാൻജൻറ്റ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇവൻ്റെ ടാൻജൻറ്റ് ഈ പോയിന്റിൽ ഇങ്ങോട്ടേക്കായിരിക്കും. സോ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദർ വിൽ ബി 2 ടാൻജൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഏതൊരു പോയിന്റിലെയും ഉണ്ടാകുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ അവിടുത്തെ ടാൻജൻറ്റ് വരച്ചാൽ മതി. അപ്പോൾ 2 ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 2 ടാൻജൻറ്റ് വരും. അപ്പോൾ 2 ഡയറക്ഷൻ ഉണ്ടെന്ന് അർത്ഥം. അത് പോസിബിൾ അല്ല. സോ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. വൈ എന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. എന്താ സാറേ, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ, 2 ആളുകൾ ഒരിക്കലും കൂട്ടിയിടിക്കില്ല. വൈ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞെടുക്കണം അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ ദർ വിൽ ബി 2 ഡയറക്ഷൻ, 2 ടാൻജൻറ്റ്സ്. ദാറ്റ്സ് നോട്ട് പോസിബിൾ. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ 2 ഡയറക്ഷൻ 2 ടാൻജൻറ്റ് വരും. അത് ശരിയാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ്, നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റിംഗ് ഫ്രം ഓർ എൻഡിങ് ഓൺ എ ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. ഒന്നുമില്ല, ഈ ക്യൂ എന്നുള്ള ചാർജിൽ നിന്ന് ഞാൻ പറയുന്നു 1 2 3 4 5 6 7 ഫീൽഡ് ലൈൻസ് പോകുന്നു എന്ന് പറയുന്നു. ഈ ക്യൂ എന്നുള്ള ചാർജിൽ നിന്ന് 1 2 3 ഫീൽഡ് ലൈൻസേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ ആർക്കാ സ്ട്രെങ്ത് കൂടുതൽ. ഒരു ചാർജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതോ പോകുന്നതോ അല്ലെങ്കിൽ വരുന്നതോ ആവുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് അതിൻ്റെ സ്ട്രെങ്ത് പറയാം. കുറേ ഫീൽഡ് ലൈൻസ് അതിലുണ്ടെങ്കിൽ അതിന് സ്ട്രെങ്ത് കൂടുതലും, കുറച്ച് ഫീൽഡ് ലൈൻസേ ഉള്ളെങ്കിൽ അതിന് സ്ട്രെങ്ത് കുറവുമാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. സോ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കണേ. അതേപോലെ NCERT-ലുള്ള ഈ ഫിഗേഴ്സും നിങ്ങൾ ഓർക്കണം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ കൺസിഡർ ദീസ് പോസിറ്റീവ് ചാർജ്. ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് എങ്ങോട്ടേക്കാണ്? ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ്, എവേ ആയിരിക്കും. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് എവേ ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് ടുവാർഡ്സ് ആയിരിക്കും. അതിലേക്കാണ് നമ്മൾ ഡയറക്ഷൻ വരയ്ക്കുക. നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡ് ലൈൻസ് ടുവാർഡ്സ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡ് ലൈൻസ് ടുവാർഡ്സ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡ് ലൈൻസ് ടുവാർഡ്സും പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡ് ലൈൻസ് എവേയും ആയിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആണെങ്കിൽ നമുക്കൊരു സ്പൈഡർമാൻ ലുക്ക് കിട്ടും അല്ലേ. അതായത് ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഇതാ ആരോ മാർക്ക് നോക്കുക. എവരി വൺ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ആരോ മാർക്ക്. ഇവിടെ നോക്കുക, ഫീൽഡ് ലൈൻസിൻ്റെ ആരോ മാർക്ക് പുറത്തേക്കല്ലേ. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടേക്ക് ആരോ മാർക്ക് അതിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അത് നെഗറ്റീവ് ചാർജാണ്. ആരോ മാർക്ക് അതിലേക്കാണെങ്കിൽ അത് നെഗറ്റീവ് ചാർജും ആരോ മാർക്ക് അതിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ, ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കാണ് ആരോ മാർക്കെങ്കിൽ അത് പോസിറ്റീവാണ്. ആരോ മാർക്ക് അവരിലേക്കാണ് നമ്മളിലേക്കാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ്, നമ്മൾ ഇന്ന് പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് പോസിറ്റീവ് എന്നുള്ള റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നോക്കുക, ഇതിനൊക്കെ പുറത്തേക്കാണ്, ഇതിലേക്കൊക്കെ അകത്തേക്ക് അതിലേക്കാണ് വരുന്നത്. സോ ആരാ പോസിറ്റീവ് ആരാ നെഗറ്റീവ് എന്നുള്ളത് ഈ ഫിഗർ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫിഗർ നോക്കി മനസ്സിലാക്കൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നോക്ക് നിങ്ങൾ, ഇവർ തമ്മിൽ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇവ തമ്മിൽ ഇങ്ങനെ റിപ്പൽ ചെയ്ത് നിൽക്കും. ഇവർ തമ്മിൽ ഒരിക്കലും അട്രാക്ഷനോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഇവർ റിപ്പൽ ചെയ്താണ് നിൽക്കുക. ഫീൽഡ് ലൈൻസ് ഇങ്ങനെ അടുത്ത് ഈ ഷേപ്പിലേക്ക് മാറും. ദെൻ ഇവിടെ നോക്ക്, യൂണിഫോം ഫീൽഡ്. വാട്ട് ഈസ് യൂണിഫോം ഫീൽഡ്? യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൽ എല്ലായിടത്തും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏത് പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഈ ഒരു സ്ഥലത്ത് ഏത് പോയിൻ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിലും അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇറ്റ്സ് കോൾഡ് യൂണിഫോം ഫീൽഡ്. എന്താ വിളിക്കുക? യൂണിഫോം ഫീൽഡ്. എന്താ വിളിക്കുക? യൂണിഫോം ഫീൽഡ്. യെസ്. നോക്കുക, ബോർഡ് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ വരും. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ 2 പ്രോപ്പർട്ടി എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 എഴുതാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് റൈറ്റ് Q1 ആൻഡ് Q2. Q1 Q2 ഏതാ വരിക? നിങ്ങൾ ഈ ഫിഗർ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് NCERT-ൽ തൊട്ട് മുന്നേ ഞാൻ കാണിച്ച ഫിഗറാണ്. അപ്പോൾ നിങ്ങൾ പറ, ഇവിടുന്ന് ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ Q1 മസ്റ്റ് ബി പോസിറ്റീവ്. ഇതിലേക്ക് ഫീൽഡ് ലൈൻസ് വരികയാണെങ്കിൽ Q2 മസ്റ്റ് ബി നെഗറ്റീവ്. കാരണം നമ്മൾ പഠിച്ച തന്നെയാണ് ചോദിക്കുന്നുള്ളൂ. അതിലപ്പുറത്തൊന്നും ബോർഡ് എക്സാമിന് ചോദിക്കില്ല. നോക്കുക, എക്സ്പ്ലെയിൻ വൈ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് 2 എന്തുകൊണ്ട് ക്രോസ് ചെയ്യില്ല എന്ന് 2 മാർക്കിനുള്ള ചോദ്യം. 2 ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. ശരിയാണോ? 2 ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. ശരിയാണ്. 2 ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ശരിയാണ്.
എക്സ്പ്ലെയിൻ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. നമ്മൾ തുടക്കത്തിൽ പഠിച്ച ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഇതൊക്കെ ചോദിക്കാറുണ്ടല്ലേ, ഇതൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇതൊക്കെ ചോദിക്കും. ഇറ്റ്സ് വെരി ഈസി ഗൈസ്. ദെൻ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങളൊരു ചാർജ് പാർട്ടിക്കിളിനെ കൊണ്ടുവച്ചാൽ അതിൻ്റെ മുകളിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഞാൻ ആ പറയുന്ന പോയിന്റിലേക്ക് ഒന്ന് വരാം. യെസ് അതായത് നമ്മൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആരോ മാർക്ക് ഇങ്ങനെ ഒരു വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഫൈൻ. എൻ്റെ ചോദ്യം, വാട്ട് ഈസ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുക പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഞാനിവിടെ ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവച്ചാൽ, ഒരു ക്യൂ എന്നുള്ള പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവച്ചാൽ ആ ക്യൂ എന്നുള്ള പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക? കാരണം ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങളൊരു ചാർജ് പാർട്ടിക്കിളിനെ കൊണ്ടുവെക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതിനെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഈ ക്യൂ എന്നുള്ള ചാർജ്, പോസിറ്റീവ് ചാർജ് ഈ സൈഡിലേക്കാണോ മൂവ് ചെയ്യുക, ഇങ്ങോട്ടാണോ മൂവ് ചെയ്യുക? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് സൈഡ് എങ്ങോട്ടേക്കാണോ അയാൾ അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക. സോ ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ഫോഴ്സാണ് ക്യൂ ഇ. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇ ആണെങ്കിൽ അതിൻ്റെ മുകളിലുണ്ടാകുന്ന ഫോഴ്സാണ് എന്ത്? ക്യൂ ഇ. പകരം ഞാനിവിടെ കൊണ്ടുവച്ചിരിക്കുന്ന നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, ഞാനിവിടെ കൊണ്ടുവച്ചിരിക്കുന്ന പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. എന്നാൽ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഇങ്ങോട്ടേക്കല്ലേ മൂവ് ചെയ്യുക വിത്ത് എ ഫോഴ്സ് ക്യൂ ഇ. സോ ക്യൂ ഇ എന്നുള്ള ഫോഴ്സ് ഉപയോഗിച്ച് അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലേക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുമാണ് മൂവ് ചെയ്യുക. എന്താ മക്കളെ? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലേക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക. ഇലക്ട്രിക് ഫോഴ്സ് ഓൺ എ പോസിറ്റീവ് ചാർജ് വിൽ ബി ഇൻ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. ഇലക്ട്രിക് ഫോഴ്സ് പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ചാർജിൻ്റെ മുകളിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുള്ള റിയാലിറ്റി നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതൊക്കെ ചോദ്യം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇലക്ട്രിക് ഡൈപോൾ. വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് ഡൈപോൾ? ഡൈപോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഡൈപോൾ ഈസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പ്ലസ് ക്യൂ അതേപോലെ മൈനസ് ക്യൂ, ഈ രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. ഇവ തമ്മിലുള്ള ദൂരമാണ് 2a എങ്കിൽ ഈ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് വിളിക്കുന്ന പേരാണ് ഡൈപോൾ. അവിടുത്തെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. വാട്ട് ഈസ് ഡൈപോൾ മൊമെൻറ്റ്? ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് പി. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് പി. സോ ഡൈപോൾ മൊമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പി ആണ്. സോ വാട്ട് ഈസ് പി? പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ്. ഈ രണ്ട് ചാർജുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്ത് വിളിക്കുക? 2a എന്ന് വിളിക്കുക. 2a. സപ്പോസ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ d എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ 2aക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കണം? d എന്ന് കൊടുക്കണം. അതായത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം അതാണ് 2a കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, വല്ല കുട്ടികളും അത് ഇപ്പോഴും ഭയങ്കര വേറെ എന്തോ 2a എന്ന് പറഞ്ഞിരിക്കുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ പല എന്താ പറയുക വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. രണ്ട് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് എന്താണോ ആ ഡിസ്റ്റൻസ് d എന്ന് കൊടുക്കാം, 2a എന്ന് കൊടുക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങളിവിടെ d ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ q ഇൻറ്റു d എന്ന് എഴുതണം. 2a കൊടുത്തത് കൊണ്ട് q ഇൻറ്റു 2a എന്ന് കൊടുക്കുന്നു. സോ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ ആ റിസൾട്ട് നിങ്ങൾ പഠിക്കണം, ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക എവരി വൺ. എന്താണത് നിങ്ങൾ നോക്കണേ. ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് അതിനെ വിളിക്കുന്നവരാണ് ഡൈപോൾ മൊമെൻറ്റ്. പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. അതൊരു വെക്റ്ററാണ്. ഡൈപോൾ മൊമെൻറ്റ് ഈസ് എ വെക്റ്റർ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഡൈപോൾ മൊമെൻറ്റ് ഈസ് എ വെക്റ്റർ, ഇറ്റ്സ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. നിങ്ങൾ ആലോചിക്കണം, ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ പഠിക്കുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് നേരെ തലതിരിച്ചാ. ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് നിങ്ങൾ പഠിക്കണം. വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? ചാർജിൻ്റെ യൂണിറ്റ് കൂളോം, ഡിസ്റ്റൻസിന് യൂണിറ്റ് മീറ്ററാണ്. സോ കൂളോമീറ്റർ, സെൻറ്റിമീറ്റർ എന്ന് വായിക്കരുതേ, കൂളോമീറ്റർ ആണ് ഇതിൻ്റെ യൂണിറ്റ്. കൂളോമീറ്റർ. ടോട്ടൽ ചാർജ് ഓഫ് ദ ഡൈപോൾ എത്രയാണ്? നെറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു പ്ലസ് ക്യൂ ഒരു മൈനസ് ക്യൂ രണ്ടും കൂടി കൂടിയാൽ എത്രയാണ്? 0 അല്ലേ? പ്ലസ് ക്യൂ മൈനസ് ക്യൂ കൂടിയാൽ എത്രയാണ്? 0 ആണ്. സോ നെറ്റ് ചാർജ് ഓഫ് ദ ഡൈപോൾ എന്തായിരിക്കും? 0. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂ മൈനസ് ക്യൂ കൂട്ടുകയാണെങ്കിൽ എന്താ കിട്ടുക? 0 ആയിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. യെസ്,
നെക്സ്റ്റ് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ഇറ്റ്സ് ആക്സിസിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനും അതേപോലെ തന്നെ ഇക്വറ്റോറിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനും. യെസ്. സോ അതിൻ്റെ NCERT ഉള്ള ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫിഗർ ഒന്ന് എടുക്കാം. യെസ്. ലിസൺ, ഈ ഒരു പോയിന്റ് നോക്കണം നിങ്ങൾ, വളരെ കെയർഫുള്ളായി നോക്കൂ. ഇത് +Q എന്നുള്ള ചാർജ്, ഇത് -Q എന്നുള്ള ചാർജ്. ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് എവിടെ നിന്ന് അങ്ങോട്ടേക്കാം? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. 2 മാർക്കിന് ആക്സിയൽ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പ്രൂഫ് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെറിവേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹിൻറ്റ് അല്ലെങ്കിൽ അതെങ്ങനെ തുടങ്ങണം എന്നുള്ള ലോജിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് -Q, ഇത് +Q. അപ്പോൾ ഡൈപോളിൽ തമ്മിലുള്ള ദൂരമാണ് 2a. സോ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് എവിടെ നിന്ന് അങ്ങോട്ടേക്കാം? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിൽ. ഇപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഞാൻ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ചോദ്യം എന്താ? ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഈ 2aയുടെ കറക്റ്റ് സെൻറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ദൂരം a ആയിരിക്കും. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് P ഉണ്ടെന്ന് വിചാരിക്കും. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് P ഉണ്ടെങ്കിൽ ആ പോയിന്റ് Pയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ദൂരം എത്രയാണ് വരിക? പോസിറ്റീവ് ചാർജിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം r, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം a ആണെങ്കിൽ ഈ ദൂരം എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലി നിങ്ങൾക്ക് എന്ത് വരും? r - a വരും. r - a. പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? എവേ ആയിരിക്കും. പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? എവേ ആയിരിക്കും. പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? എവേ ആയിരിക്കും. എന്നാൽ നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? ടുവാർഡ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എവേ മാർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ടുവാർഡ്സ് കൊടുത്തിരിക്കുന്നത്. സോ ഈ നെഗറ്റീവ് ചാർജിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ് വരിക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുവരെ r. സോ ടോട്ടൽ ദൂരം എന്ന് പറഞ്ഞാൽ r + a. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് r + a ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം r + a ആണെങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം r - a ആണ്. നെഗറ്റീവ് ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം r + a ആണെങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം r - a ആണ്. സോ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ kq / r - a (²). നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് kq / r + a (²). ഒരാൾ വലുതും ഒരാൾ ചെറുതുമാണ്. അതെങ്ങനെ സാർ? ബിക്കോസ് ഡിസ്റ്റൻസ് നോക്ക്, ഈ രണ്ടാളുടെയും kq വാല്യൂസ് സെയിം ആണ്. അപ്പോൾ ഈ ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് അതിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ q എന്നുള്ള ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണോ -q നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണോ കൂടുതൽ? ഡിസ്റ്റൻസ് ആർക്ക് കൂടുന്നു അവർക്ക് സ്ട്രെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ പോയിന്റ് ഈ +Qൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഇതിന് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ സ്ട്രെങ്ത്ത് കൂടിയ ആളിൽ നിന്ന് സ്ട്രെങ്ത്ത് കുറഞ്ഞ ആൾ കുറയ്ക്കുക. അതല്ല എപ്പോഴും നെറ്റ് ഫീൽഡ് അല്ലെങ്കിൽ നെറ്റ് വാല്യൂ അല്ലെങ്കിൽ ആക്സിയൽ പോയിൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, സ്ട്രെങ്ത്ത് കൂടുതൽ നിന്ന് സ്ട്രെങ്ത്ത് കുറയ്ക്കുക. സ്ട്രെങ്ത്ത് കൂടുതൽ +Q ആണ്, അതിൽ നിന്ന് സ്ട്രെങ്ത്ത് കുറഞ്ഞത് മൈനസ് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഡെറിവേഷൻ നിങ്ങൾ നോക്കുക, ഡെറിവേഷൻ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഡെറിവേഷൻ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കണം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ ഡെറിവേഷനിൽ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പോയിന്റുകളാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. സോ വേണമെങ്കിൽ നമുക്ക് ഈ ആക്സിയൽ എന്ന് പറയുമ്പോൾ +Q ആകുമ്പോൾ kq / r - a (² -kq / r + a (²). സർ, വൈ ദർ ഈസ് നെഗറ്റീവ്? ബിക്കോസ് ഇവൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ മറ്റവൻ ഓപ്പോസിറ്റ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ അടുത്ത സ്റ്റെപ്പിൽ ക്രോസ് ചെയ്യുമ്പോൾ kq ഞാൻ കോമൺ ആക്കി എടുക്കുന്നു. ക്രോസ് ചെയ്യുമ്പോൾ r + a (² - r - a (² r - a (² r + a (² എന്ന് വരും. a + b (² - a - b (² എന്ന് പറഞ്ഞാൽ 4ab ആണ്. സോ 4ra / a² a + b a - b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. സോ a + b (² a - b (² എന്ന് പറഞ്ഞാൽ r² - a² (² ആണ്. ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ k × 2 × q × 2a × r, അതായത് ഈ 4നെ ഞാൻ 2 ആക്കി, 2 × 2 ആക്കി. ഒരു 2 എടുത്ത് മുന്നിൽ എഴുതി, അതിവിടെ എഴുതി. മറ്റേ 2 എൻ്റെ കൂടെ എഴുതി. q × 2a എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് q × 2a? r² - a² (² q × 2a എന്ന് പറഞ്ഞാൽ 2k × ഡൈപോൾ മൊമെൻ്റ് ആണ്. സോ PR × r² - a² (²). അതാണ് ഇവിടെ
k എന്ന് പറഞ്ഞാൽ 1/4 1/4 epsilon 0 into 2pr divided by r square minus a square all square. This is the derivation. ഈ ഡെറിവേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇറ്റ്സ് വെരി ഈസി വൺ. ഇങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇത്, ഇങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്, രണ്ട് ഇലക്ട്രിക് ഫീൽഡ് അറിയാം. വലുതെന്ന് ചെറുത് കുറയ്ക്കുക. ഏതാ വലുത്? സ്ട്രെങ്ത്ത് കൂടുതൽ ആർക്കാണോ നോക്കുക. എങ്ങനെ സ്ട്രെങ്ത്ത് കൂടുതൽ മനസ്സിലാക്കുക? ദൂരം അടുത്തുള്ളത് ആരാണ്? ദൂരം കുറവുള്ളവർക്ക് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. ഇവിടെ a + b ഹോൾ സ്ക്വയർ മൈനസ് a - b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ 4ab ആണെന്നും ഇവിടെ ഈ 4നെ 2 × 2 എന്നുള്ള ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടി പറ്റുകയും a + b × a - b a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണെങ്കിൽ a + b ഹോൾ സ്ക്വയർ × a - b ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഹോൾ സ്ക്വയർ എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ. ഇനി ഷോർട്ട് ഡൈപോൾ ആണെങ്കിലോ? വാട്ട് മീൻ ബൈ ഷോർട്ട് ഡൈപോൾ? ഷോർട്ട് ഡൈപോൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഡൈപോൾ, ഇത് -q, ഇത് +q. പോയിൻ്റ് ഇവിടെ എവിടെയോ ആണ്. ഫ്രം ദ സെൻറ്റർ ആ പോയിൻറ്റിലേക്കുള്ള ദൂരം നോക്കുമ്പോൾ എൻ്റെ വാല്യൂ എന്തായിരിക്കണം? വളരെ ചെറുതായിരിക്കണം. എൻ്റെ വാല്യൂ ഫ്രം ദ സെൻറ്റർ ആ പോയിൻറ്റിലേക്കുള്ള ദൂരം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അറിയോ? a സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യും? നെഗ്ലക്റ്റ് ചെയ്യും. a സ്ക്വയർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്താ? ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു 1/4 epsilon 0 2pr r സ്ക്വയർ. a സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്താൽ r സ്ക്വയർ ഹോൾ സ്ക്വയർ r⁴. ഈ r-ഉം r⁴ കട്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ഡൈപോളിൻ്റെ ഇക്വേഷൻ കിട്ടുക ഈ ആക്സിൽ ഇസ് ഈക്വൽ ടു 1/4 epsilon 0 into 2p divided by r³. ഈ ആക്സിൽ ഇസ് ഈക്വൽ ടു 1/4 epsilon 0 into 2p divided by r³. 2p divided by r³. 2p divided by r³. അപ്പോൾ ആക്സിയൽ പോയിൻ്റ് പ്രൂഫ് പഠിക്കുക. അപ്പോൾ ആക്സിയൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഡൈപോളിൻ്റെ ആക്സിസിൽ, അതേപോലെ നിങ്ങൾ പഠിക്കുന്ന അടുത്ത സാധനമാണ് ഇക്വറ്റോറിയൽ പോയിൻ്റ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട അടുത്തൊരു പോയിൻ്റാണ് എന്ത്? ഇക്വറ്റോറിയൽ പോയിൻ്റ്. നോക്കുക, ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരിക. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഈസ് ഇറ്റ് എ സ്കേലാർ ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി? ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡൈപോൾ മൊമെൻറ്റ് എന്താ? pq × 2a. അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് ഇക്വറ്റോറിയൽ പോയിൻ്റ്. വാട്ട് ഈസ് ഇക്വറ്റോറിയൽ പോയിൻ്റ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഓൺ ആൻ ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈൻ്റെ ലോജിക്ക് വരുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട പോയിൻ്റ് ഇങ്ങനെയാണ്. ഇത് -q, ഇത് +q. ഇവ തമ്മിലുള്ള ദൂരമാണെന്ത്? ഇവ തമ്മിലുള്ള ദൂരമാണ് 2a. അപ്പോൾ നമ്മൾ പറയുന്നത് എത്രയേ ഉള്ളൂ? കറക്റ്റ് ബൈസെക്ടർ വരയ്ക്കുന്നു. സോ ഇതിൽ നിന്ന് ആ പോയിൻറ്റിലേക്കുള്ള ദൂരമാണ് r. ഇത് പോയിൻ്റ് p ആണ്. കറക്റ്റ് ബൈസെക്ടർ, ഇതിനാണ് ഇക്വറ്റോറിയൽ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ സിംപ്ലി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം വേണം, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം വേണം. നമുക്കറിയാം ഇത് a ആണ്, ഇത് a ആണ്. കാരണം ഇത് ടോട്ടൽ ഇവ തമ്മിലുള്ള ദൂരം 2a ആണ്. അപ്പോൾ ഈ ദൂരം എന്താ വരിക? ഇതൊരു ജസ്റ്റ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് വിചാരിച്ചാൽ ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്ത് വരും? √r² + a² വരും. അതേപോലെ ഇതെന്ത് വരും? √r² + a² വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് കിട്ടി അല്ലേ? √r² + a² വന്നു. യെസ്, √r² + a² വന്നു. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ പറ, വാട്ട് ഹാപ്പൻസ്? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് ഇതിനെ ഈ ഡയറക്ഷനിലേക്ക് പിടിച്ചു വലിക്കും അല്ലേ? പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തള്ളും. സോ ഇത് +q-ഉം ഇത് -q ആകും. +q -q. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കണം. ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുത്തിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ടും ഒരാൾ അങ്ങോട്ടേക്കും ഒരാൾ ഇങ്ങോട്ടേക്കും ആണെങ്കിൽ വലുതിന് ചെറുത് കുറച്ചാൽ മതി. പക്ഷേ ഇവ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുമ്പോൾ, രണ്ട് വെക്ടേഴ്സ് തമ്മിലൊരു ആംഗിൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണത്? റിസൾട്ടൻ്റ് ഡയറക്ഷൻ, അല്ലെ? റിസൾട്ടൻ്റ് എടുക്കണം. അപ്പോൾ റിസൾട്ടൻ്റ് എടുക്കുക എങ്ങനെയാണ്? +q-ൻ്റെ ഇതാ നമ്മൾ സോൾവ് ചെയ്യാം. ഈ ദൂരം √r² + a² ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ +q ഞാനിവിടെ നിന്ന് സോൾവ് ചെയ്യുന്നു. രണ്ട് കോമ്പണൻസ് ആയിട്ട് സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇതുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഈ ആംഗിൾ തീറ്റയാണ്. ലിസൺ, യെസ് വരച്ചൊരു ചെറിയൊരു ലിസൺ, ഈ ആംഗിൾ തീറ്റയാണ്. ഇത് തീറ്റയാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഈ കോസ് തീറ്റ വരും. അതേപോലെ ഇവിടെ ഈ സൈൻ തീറ്റ വരും അല്ലേ? ഇതുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടെ ഈ കോസ് തീറ്റയും ഈ സൈൻ തീറ്റയും വരും. അതേപോലെ തന്നെ
അതേപോലെ തന്നെ ഈ ഇ മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റയാണെങ്കിൽ ഈ ഇ മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റയാണെങ്കിൽ നമ്മുടെ രണ്ട് കോമ്പണൻസ് വരും. ഇങ്ങോട്ടേക്ക് ഒരു കോമ്പണൻറ്റ് വരും, ഇങ്ങോട്ടേക്ക് ഒരു കോമ്പണൻറ്റ് വരും. അതെന്താ വരിക? ഇത് ഈ കോസ് തീറ്റ വരും, അതേപോലെ ഇതെന്ത് വരിക? ഈ സൈൻ തീറ്റ വരും. സോ ശരിക്കും ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്തിട്ട് ഇത് മാർക്ക് ചെയ്യുന്നതിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു മിടുക്ക്. ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യുന്നതിലാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. ഈ ഫിഗർ അനലൈസ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുന്നതിലാണ് നമ്മുടെ പരിപാടി കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ശരിക്കും ഈ ഒരു ഫിഗർ മറ്റേ ആക്സിയൽ പോയിന്റ് വരയ്ക്കാൻ ഇറ്റ്സ് വെരി ഈസി. ഇതാ ആ ഫിഗറാണ് ശരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഫിഗർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതാ ലിസൺ. അപ്പം നമ്മൾ പറയുന്നതിലുള്ളൂ മൈനസ് വെരി സോറി അപ്പോൾ മൈനസ് ക്യൂ എന്നുള്ള ചാർജ് ഇതിനെ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. യെസ്, അപ്പോൾ അതിനപ്പുറത്തുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? കൺഫ്യൂഷൻ ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേണമെങ്കിൽ ആ ഫിഗർ ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യുക, വൃത്തിയിൽ വരയ്ക്കാം, കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കാം. ഒന്നുമില്ലടാ, ഇവിടെ മൈനസ് ക്യൂ എന്നുള്ള ചാർജ് ഉണ്ട്, ഇവിടെ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് ഇക്വറ്റോർ ലൈനിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇതാണ് പോയിന്റ് പി. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് ഈ ദൂരം എ ആണ്, ഈ ദൂരം എ ആണ്. ഇതിലൊന്നും സംശയമില്ല. അപ്പോൾ സൈഡ് ലെങ്ത് എന്ത് വരും? √r² + a² വരും. ഞാൻ അത് പറയുന്നില്ല കേട്ടോ. സോ ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം √r² + a² ആണ്. സോ ഈ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് എ വേ ആയിരിക്കും. എല്ലാവർക്കും സംശയമില്ലല്ലോ. ദിസ് ഇസ് ഇ പ്ലസ്. ഇനി ഇവിടെ നോക്കുക നിങ്ങൾ, ഈ മൈനസ് ക്യൂ എന്നുള്ള ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡോ, ഈ മൈനസ് ക്യൂ എന്നുള്ള ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ത് വരും? ടുവാർഡ്സ് വരും, ഇങ്ങോട്ട് വരും. സോ ഇത് ഇ പ്ലസും ഇത് ഇ മൈനസും ആയിരിക്കും. ഇതിലാർക്കും സംശയമില്ലല്ലോ, ഇ പ്ലസും ഇ മൈനസും. സോ എപ്പോഴും നിങ്ങൾ ഇതിൻ്റെ ഡെറിവേഷൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റും. ഇ പ്ലസും ഇ മൈനസും വരും. ഓക്കെ, ഞാൻ ഈ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഈ സൈഡ് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് തീറ്റ എന്ന് വിചാരിക്കും. ഓക്കെ, സോ ഞാനിതിനെ കോമ്പണൻസ് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇ പ്ലസിൻ്റെ കോമ്പണൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത് തീറ്റയാണ്. അപ്പോൾ ഇത് 90. അപ്പോൾ എത്ര? ഇത് 90 മൈനസ് തീറ്റ. അപ്പോൾ ഇത് തീറ്റ. അപ്പോൾ ഇതെന്ത് വരും? 90 മൈനസ് തീറ്റ അല്ലേ? ഇതിവിടെ തീറ്റ വരും. ഇത് തീറ്റയാണ്. നോക്ക് തീറ്റ 90 മൈനസ് തീറ്റ, ഇത് തീറ്റ. അപ്പോൾ ഞാനിതിനെ സോൾവ് ചെയ്യുകയാണ്. ഇ മൈനസിന് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു കോമ്പണൻറ്റ് ഉണ്ടാവും, ഇങ്ങോട്ടേക്ക് ഒരു കോമ്പണൻറ്റ് ഉണ്ടാവും. സോ ഇത് തീറ്റയാണ്. അപ്പോൾ നമുക്ക് പറയാം ഒബ്വിയസ്ലി ഇതും ഈ തീറ്റയായിരിക്കും. സോ ഇതിനെ ഇ മൈനസ് കോസ് തീറ്റ, അതേപോലെ ഇവിടെ ഇ മൈനസ് സൈൻ തീറ്റ. ഈ മുകളിലുള്ള ആളെയും സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇ പ്ലസ് കോസ് തീറ്റ, ഇവിടെ ഇ പ്ലസ് സൈൻ തീറ്റ. ഇ പ്ലസ് കോസ് തീറ്റ ആൻഡ് ഇ മൈനസ് സൈൻ തീറ്റ. ഈ ഒരു ഫിഗർ ഒന്ന് വരച്ചാൽ മാത്രം മതി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വരച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വരയ്ക്കാൻ പറ്റിയാൽ ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ദെൻ പിന്നെ ഇതിൻ്റെ ഡെറിവേഷൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ആലോചിക്കും, ഇ പ്ലസിൻ്റെ വാല്യൂ എത്രയാണ്? വാട്ട് ഈസ് ഇ പ്ലസ്? ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം നമുക്കറിയാം √r² + a² ആണ്. സോ kq ഡിവൈഡ് ബൈ √r² + a² സ്ക്വയർ എടുക്കുമ്പോൾ r² + a² ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ ഇ മൈനസ് വരും. വാട്ട് ഈസ് ഇ മൈനസ്? kq ഡിവൈഡ് ബൈ r² + a². അതും നമുക്ക് എന്ത് കിട്ടും? r² + a² ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുക? റൂട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം √r² + a² ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ r² + a² വരും. അപ്പോൾ ഈ ഇ പ്ലസും ഇ മൈനസും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇ പ്ലസും ഇ മൈനസും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇ പ്ലസും ഇ മൈനസും ഈക്വൽ ആണെങ്കിൽ ഇ പ്ലസ് സൈൻ തീറ്റയും, വെരി സോറി സ്ലൈഡ് മാറി കളിക്കുന്നുണ്ട്, അതാണ് നമുക്കിത് ക്ലച്ച് റെഡി ആവാത്തത്. ഇ പ്ലസും ഇ മൈനസ് സൈൻ തീറ്റയും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്തായി പോടാ? ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഇവിടെ ഇ പ്ലസ് കോസ് തീറ്റയും ഇ മൈനസ് കോസ് തീറ്റയും രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ അതൊരു ഡയറക്ഷനിൽ പോകുമ്പോൾ നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2e കോസ് തീറ്റ എന്ന് എഴുതാം. സോ 2 ഇൻറ്റു വാട്ട് ഈസ് ഇ എന്ന് പറഞ്ഞാൽ kq ഡിവൈഡ് ബൈ r² + a². വാട്ട് ഈസ് കോസ് തീറ്റ? ഈ ട്രയാങ്കിൾ നോക്കുമ്പോൾ വാട്ട് ഈസ് കോസ് തീറ്റ? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? a ഡിവൈഡ് ബൈ √r² + a². a ഡിവൈഡ് ബൈ √r² + a² വരും. സോ ഞാനിവിടെ കോസ് തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുന്നു. കോസ് തീറ്റയുടെ വാല്യൂ എന്താ? a ഡിവൈഡ് ബൈ √r² + a²നെ r² + a² ഹോൾ റൈസ് ടു 1/2. അടുത്ത സ്റ്റെപ്പിൽ ഞാനിത് എക്സ്പാൻഡ് ചെയ്യുന്നു. k ഇൻറ്റു q ഇൻറ്റു 2a ഡിവൈഡ് ബൈ r² + a² ഹോൾ റൈസ് ടു 3/2. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നടാ? q ഇൻറ്റു 2a ഞാൻ ഡൈപോൾ മൊമെൻ്റ് എന്ന് വിളിക്കുന്നു. ഇവിടെ r² + a² ഹോൾ റൈസ് ടു 3/2. ദിസ് ഈസ് ദ റിസൾട്ട്.
അപ്പോൾ ഇവിടെ ആ ഒരു ഫിഗർ വരയ്ക്കുന്നതിന് മാത്രമേ ടെൻഷനോ കാര്യങ്ങളോ നിങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ചും കൂടി ശ്രദ്ധിച്ച് വരയ്ക്കേണ്ടത്. ഇതാണ് ഇക്വറ്റോറിയൽ പോയിൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ. ഷോർട്ട് ഡൈപോൾ ആവുന്ന സമയത്ത് എ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/4πε0 p/r³ കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ആക്സിയൽ പോയിൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നോക്കുമ്പോൾ ആക്സിയൽ പോയിൻ്റ് ഇലക്ട്രിക് ഫീൽഡ് 2kp/r³ ആണെങ്കിൽ ഇക്വറ്റോറിയൽ പോയിൻ്റ് ഇലക്ട്രിക് ഫീൽഡ് kp/r³ ആണ്. ആക്സിയൽ പോയിൻ്റ് ഇലക്ട്രിക് ഫീൽഡ് 2kp/r³ ആണെങ്കിൽ ഇക്വറ്റോറിയൽ പോയിൻ്റ് ഇലക്ട്രിക് ഫീൽഡ് kp/r³ ആണ്. ഇക്വറ്റോറിയലിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് kp/r³ ആണ്. kp/r³. ആക്സിയലിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 2kp/r³. ഇക്വറ്റോറിയലിൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ kp/r³ ആണ്. സോ ഈ ആക്സിയലും ഈ ഇക്വറ്റോറിയലും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് ഈ ഇക്വറ്റോറിയൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുമല്ലോ. അതിൽ സംശയമോ കാര്യങ്ങളോ ഇല്ലല്ലോ. യെസ്. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട അടുത്തൊരു റിസൾട്ടാണ് ടോർക്ക് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ബോർഡ് എക്സാമിന് എപ്പോഴും വരുന്ന ഇക്വേഷൻ ആട്ടോ അത്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഡൈപോളിനെ കൊണ്ടുവെക്കുന്നു. ഡൈപോൾ നമുക്കറിയാം -q + q. സോ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ടുവാർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഇവിടെ QE ഇങ്ങോട്ടേക്കും ഇവിടെ QE ഓപ്പോസിറ്റും വരും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ മുകളിൽ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഇതെന്താ സംഭവിക്കുക? ഇത് ടേൺ ചെയ്യാനല്ലേ ചാൻസ്. സോ ഇത് ഡൈപോൾ മൊമെൻറ്റ് ഇലക്ട്രിക് ഫീൽഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകും. അതിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷനാണ് PE sin θ or P × E. PE sin θ or P × E എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് is equal to PE sin θ or P × E. ടോർക്ക് is equal to PE sin θ or P × E. എപ്പോഴാണ് മാക്സിമം ടോർക്ക് ഉണ്ടാവുക? മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം θ 90 ആകുമ്പോഴാണ്. θ 90 ആകുമ്പോൾ മാക്സിമം ടോർക്ക് is equal to PE ആയിരിക്കും. PE. സോ ഇതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. സോ മാക്സിമം ടോർക്ക് is equal to θ 90 ആകുമ്പോഴാണ്. അപ്പോൾ ടോർക്ക് മാക്സിമം is equal to PE ആണ്. സോ ഒരു ഡൈപോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. കാരണം QE അങ്ങോട്ടേക്കുണ്ട്, -QE ഇങ്ങോട്ടേക്കുണ്ട്. സോ ഇതിൻ്റെ മുകളിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിച്ച് വലിക്കുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഒരു ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് 0 ആണ്. QE അങ്ങോട്ട് QE ഇങ്ങോട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. യെസ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പിന്നെ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇലക്ട്രിക് ഫ്ലക്സ്. വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ സർഫസ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ഇറ്റ്. ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് എന്ത് മക്കളെ? ഇലക്ട്രിക് ഫ്ലക്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷനാണ് φ is equal to E.A or EA cos θ. Theta is the angle between electric field and area vector. What is area vector? എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നിങ്ങളൊരു സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ സർഫസിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോൾ സപ്പോസ് ഇതൊരു ടാബിൻ്റെ ഏരിയ വെക്ടർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ ഇതാ ഈ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എപ്പോഴും ആ പ്ലെയിനിന് അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആണ്, ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ. അതായത് ഏത് സർഫസ് ആണോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ആ സർഫസിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ഇത്, ഇങ്ങനെ വെക്കുമ്പോൾ ഇത്, ഇങ്ങനെ വെക്കുമ്പോൾ ഇത്, ഇങ്ങനെ വെക്കുമ്പോൾ ഇത്. സോ ഏതൊരു സർഫസിനും അതിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. യെസ്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഔട്ട്വേർഡ് നോർമൽ ടു ദ ഏരിയ. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം അല്ലെങ്കിൽ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം φ is equal to EA അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം ആണ്, ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. സോ ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡയമെൻഷൻ ഫോർമുല നിങ്ങൾ ചെയ്തു നോക്കുക.
യെസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ഗോസ് തിയറം ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ബൈ ഹാർട്ട് പഠിക്കുക, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻ വാക്വം ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദിസ്. In vacuum, total electric flux over any closed surface enclosing a charge q is phi is equal to q/ε0. Total electric flux over a closed surface is equal to net charge enclosed in that surface. ആ സർഫസിൻ്റെ അകത്തുണ്ടാവുന്ന നെറ്റ് ചാർജ് ഡിവൈഡ് ബൈ ε0 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കിട്ടും. ഗോസ് തിയറം എപ്പോഴും ചോദിക്കാറുണ്ട്. ഗോസ് തിയറം അറിയില്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ അറിയില്ല എന്ന് പറയാം. അപ്പോൾ ക്ലോസ്ഡ് സർഫസിൻ്റെ പുറത്തുള്ള ചാർജസിനെ നോക്കണോ വേണ്ട? ചാർജസ് ലൈയിങ് ഔട്ട്സൈഡ് ദ ക്ലോസ്ഡ് സർഫസ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ ഒരു സർഫസിൻ്റെ അകത്ത് നോക്കുമ്പോൾ സർഫസിൻ്റെ അകത്തുള്ള ചാർജുകളാണ് അവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന് പുറത്തുള്ള ചാർജുകളെ നിങ്ങൾ നോക്കണ്ട. സോ വാട്ട് ഈസ് ഗോസ് തിയറം? ഒന്നും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ദിസ് റിലേഷൻ, ഫൈ ഈസ് ഈക്വൽ ടു q/ε0. ക്യൂ നെറ്റ് ആയിരിക്കണം. ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ അകത്തുണ്ടാവുന്ന നെറ്റ് ചാർജ് ഡിവൈഡ് ബൈ ε0, ദാറ്റ് വിൽ ഗിവ് ടോട്ടൽ ഫ്ലക്സ്. യെസ്. എപ്പോഴും നമ്മൾ പഠിക്കുന്ന വേറൊരു പോയിൻ്റ് ഉണ്ട്. ഒരു ക്യൂബ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ക്യൂബിൻ്റെ അകത്ത് ഒരു ക്യൂ എന്നുള്ള ചാർജ് ഉണ്ട്. സോ ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ ക്യൂബ്, എന്ന് പറയുമ്പോൾ നമ്മൾ q/ε0 എന്ന് പറയും. എന്നാൽ ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ സ്ക്വയർ, അതായത് ഒരു സ്ക്വയറിലൂടെ വരുന്നത്, അതായത് 1 2 3 4 5 6 സ്ക്വയറുകൾ ചേർന്നിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ക്യൂബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യൂബിലൂടെ ടോട്ടൽ വരുന്നത് q/ε0 ആണെങ്കിൽ എൻ്റെ ചോദ്യം, ഒരൊറ്റ സ്ക്വയറിലൂടെ വരുന്നത് എത്രയായിരിക്കും? 6 സ്ക്വയറുകൾ ചേർന്നിട്ടാണ് ഒരു ക്യൂബ്. അപ്പോൾ ഒരു സ്ക്വയറിലൂടെ വരുന്നത് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. സോ q/6ε0. ഈ രണ്ട് റിസൾട്ട് പഠിക്കണം കേട്ടോ. ഒരു ടോട്ടൽ ക്യൂബിൻ്റെ അകത്ത് കൂടെ ക്യൂബിലൂടെ വരുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ q/ε0. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഒരു സ്ക്വയറിലൂടെ വരുന്ന, അതായത് ഈ ഒരു ചെറിയൊരു ഭാഗത്തിലൂടെ മാത്രം വരുന്ന, ഒരൊറ്റ പീസിലൂടെ മാത്രം വരുന്ന ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിനെ ഫ്ലക്സ് ത്രൂ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ ഫ്ലക്സ് ത്രൂ ഫേസ്, ഒരു ഫേസിലൂടെ വരുന്ന ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ q/6ε0 എന്നുള്ള റിസൾട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ അവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്, NCERT അങ്ങനത്തെ ചോദ്യം കിടക്കുന്നുണ്ട്. യെസ്. ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ് ഡിഫൈൻ ചെയ്യണം. റൈറ്റ് ഇറ്റ് എസ് ഐ യൂണിറ്റ് നമുക്കറിയാം, നമ്മൾ ചെയ്യും. യൂസിങ് ഗോസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനുള്ള അടുത്തൊരു കാര്യം, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് r ഫ്രം ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് വയർ ഹാവിംഗ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. വാട്ട് ഈസ് ലാംഡ? ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, q/l. അപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് വയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ റിസൾട്ട് പഠിക്കാൻ വേണ്ടി ഗോസ് തിയറം വെച്ച് ചോദ്യം വരാറുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ആ ഡെറിവേഷൻ ട്രൈ ചെയ്ത് നോക്കാം. സോ ലിസൺ, ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ഒരു വയറാണ്, പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു വയറാണ്. ഇവിടെ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ഈ r ഡിസ്റ്റൻസ് അകലെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ആ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഒരു ഗോസിയൻ സർഫസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഒരു ഗോസിയൻ സർഫസ് ഞാൻ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ആ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഒരു സിലിണ്ടറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഇത്രയും ചാർജ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. ഇത്രയും ലെങ്ത്തിന് ഞാൻ L എന്ന് വിളിക്കുന്നു. ആ സിലിണ്ടറിൻ്റെ ലെങ്ത്ത് L ആണെന്ന് ഞാൻ വിളിക്കുന്നു. അപ്പോൾ ആ പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര ചോദിച്ചാൽ നമുക്കറിയാം, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഉണ്ടെങ്കിൽ E.ds ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സിലിണ്ടർ ആവുന്ന സമയത്ത് നിങ്ങൾ ആണെങ്കിലും സിലിണ്ടർ ആവുന്ന സമയത്ത് കർവ്ഡ് സർഫസ് ഉണ്ട്. ഈ രണ്ട് എൻ്റെ എന്താണ്? സർക്കിളാണ്, രണ്ട് സർക്കുലർ ഷേപ്പ് ഉണ്ട്. ഇവിടെ എന്താണ്? കർവ് ഷേപ്പാണ്, കർവ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് പറയാം? ഫ്ലക്സ് ത്രൂ എന്തുണ്ട്? കർവ് ഉണ്ട് അല്ലേ, കർവ് പ്ലസ് ഫ്ലക്സ് ത്രൂ എന്തുണ്ട്? എൻഡ് ഉണ്ട്, എൻഡ് സർഫസ്.
അപ്പോൾ ഞാൻ ഇവിടുത്തെ ഏരിയ വെക്ടർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടുത്തെ ഏരിയ വെക്ടർ മുകളിലേക്ക്, ഇവിടുത്തെ ഏരിയ വെക്ടർ താഴേക്ക്, ഇവിടുത്തെ ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്ക്. ആ സർഫസിൻ്റെ ഏരിയ വെക്ടർ അതിന് പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ ഞാനിവിടെ നോക്കുന്നു, പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് മാർക്ക് ചെയ്യുമ്പോൾ ഫീൽഡ് ഇതാ ഈ ഡയറക്ഷനിലേക്ക് ഫീൽഡ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്ക്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കും ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കും ഉണ്ട്. അപ്പോൾ ഏരിയ വെക്ടറിൻ്റെ കളർ മാറ്റാം. ദിസ് ഈസ് ഏരിയ വെക്ടർ, ദിസ് ഈസ് ഏരിയ വെക്ടർ ആൻഡ് ദിസ് ഈസ് ഏരിയ വെക്ടർ. അപ്പോൾ നോക്കുക, ഇവിടെ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും എൻഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ആണ്. ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും എൻഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ആണ്. സോ എൻഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണെങ്കിൽ ഇവിടുത്തെ ഫ്ലക്സ് എന്തായി പോകും? 0 ആയിപ്പോവും. ഇവിടുത്തെ ഫ്ലക്സ് എന്തായി പോകും? 0 ആയിപ്പോവും. എൻഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് എന്തായി പോയി? 0 ആയിപ്പോയി. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ കർവിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ആംഗിൾ EDS cos 0 ആണ്. കാരണം ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്ക്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്, ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡും സെയിം ഡയറക്ഷൻ നിൽക്കുന്നത് കർവിലാണ്. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് തരുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ ഏരിയ വെക്ടർ നോക്കുക. ഏരിയ വെക്ടറും ഇലക്ട്രിക് പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ എപ്പോഴും എവേ ആയിരിക്കുമല്ലോ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഈ എൻഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആയതുകൊണ്ട് അതിൻ്റെ ഫ്ലക്സ് 0 ആയിരിക്കും. ഈ കർവ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങളൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച തിയറി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എടുത്തൊന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും റിവൈസ് ചെയ്യണം. ഞാനൊരു പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറിയിലേക്ക് കയറാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈ ഇൻ്റഗ്രൽ ഇ ഡോട്ട് DS ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇൻ്റഗ്രൽ DS വരും. വാട്ട് ഈസ് DS? ഈ എന്താണ്? ഇവിടെ ഏരിയ എന്ന് പറയുന്നത് കർവ് സർഫസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം കർവ് സർഫസിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πr ആണ്. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ? E ഇൻറ്റു 2πr ആണ്. അത് എന്തിന് ഈക്വലാണ്? Q/ε0 ഈക്വലാണ്. Q/ε0. അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം ലാംഡ is equal to Q/L ആണെങ്കിൽ വാട്ട് ഈസ് Q? Q is equal to λL ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ E ഇൻറ്റു 2πRL is equal to Qന് ഞാൻ λL/ε0 കൊടുത്തു. ഈ എല്ലും ഞാൻ കട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ E is equal to λ/2πε0r. λ/2πε0r. ഇതാണ് റിലേഷൻ. ഈസ് ഈക്വൽ ടു λ/2πε0r. അപ്പോൾ ഇവിടെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത്, ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്ലി ലോങ് വയർ എടുക്കുന്നു. ഇവിടെ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ പോയിൻ്റ് ഉൾക്കൊള്ളുന്ന എന്ത് വരയ്ക്കുക? ഒരു സിലിണ്ടർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 3 സർഫസുകൾ നോക്കുക. എൻഡ്, മുകളിലത്തെ സർഫസ്, താഴത്തെ സർഫസ്, കർവ് സർഫസ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. സോ ഏരിയ വെക്ടർ എടുക്കുമ്പോൾ ഇതാണ് ഒരു ഏരിയ വെക്ടർ. ഇവിടുത്തെ ഏരിയ വെക്ടറും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആയതുകൊണ്ട് എൻഡ് സർഫസ് നോക്കണ്ട. എന്നാൽ കർവ് സർഫസ് ആണ് ഇവിടെ എന്തുണ്ടാക്കുന്നത്? ഫ്ലക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കർവ് സർഫസ് ആകുമ്പോൾ ഇവിടുത്തെ E ഇൻറ്റു 2πRL വരും. ഈസ് ഈക്വൽ ടു Q എന്ന് പറഞ്ഞാൽ λL/ε0. Q എന്ന് പറഞ്ഞാൽ λL. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിപ്പിച്ച ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രൂഫ് ഒന്നും കൂടി നിങ്ങൾ ഇരുന്ന് റിവൈസ് ചെയ്യൂ. നിർബന്ധമായിട്ട് റിവൈസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ചോദ്യം നോക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തരുന്ന ചോദ്യമാണ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. അതേപോലെ സ്ഥിരമായി വരുന്നൊരു ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പ്രൂഫാണ്. ഈ പ്രൂഫോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, ഈ പ്രൂഫ് നോക്ക് നിങ്ങൾ. എ സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് R ഈസ് യൂണിഫോംലി ചാർജ് വിത്ത് എ ചാർജ് +Q യൂസിങ് എ ഗോസ് തിയറം. ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് P when P ഈസ് ഔട്ട്സൈഡ് ദ സ്പെറിക്കൽ ഷെൽ, ഓൺ ദ സ്പെറിക്കൽ ഷെൽ, ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ. അപ്പോൾ ഞാൻ പറയുകയാണ് ഇതൊരു സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പോൾ ഞാനിതിന് എന്തൊക്കെയാണെന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഷെല്ലാണ്. ഈ ഷെല്ലിന് എന്തുണ്ട്? നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Q എന്നുള്ള പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ സർഫസിൽ മൊത്തം നിൽക്കുന്നുണ്ട്. സർഫസിൽ മൊത്തം ചാർജ് നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കും, സിഗ്മ എന്ന് വിളിക്കും. അതിനെ സിഗ്മ സീക്വൽ ടു Q/A എന്ന് വിളിക്കും, Q/E. അപ്പോൾ ചാർജ് നിൽക്കുന്നതിൻ്റെ സർഫസിൽ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ്, ഈ സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെങ്കിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ Q/4πR² ആണ്. Q/4π ക്യാപിറ്റൽ R². ഇനി ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ?
പോയിൻ്റ് ഔട്ട് സൈഡ് ആണെങ്കിൽ, സപ്പോസ് ഞാൻ ഇതിൻ്റെ പോയിൻ്റ് ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ പോയിൻറ്റിലേക്കുള്ള ദൂരമാണെന്ത് സ്മോളർ, ഈ പോയിൻറ്റിലേക്കുള്ള ദൂരമാണെന്ത് സ്മോളർ. ആ പോയിൻ്റ് ഉൾക്കൊള്ളുന്ന ഒരു ഗോസിയൻ സർഫസ് ഞാൻ വരയ്ക്കും, ഒരു ഗോസിയൻ സ്ഫിയർ ഞാൻ വരയ്ക്കുന്നു. ആ പോയിൻ്റ് ഉൾക്കൊള്ളുന്ന ഒരു ഗോസിയൻ സ്ഫിയർ വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് അപ്ലൈ ഗോസ് തിയറം. എന്താണത്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ഇ ഇൻറ്റു, അപ്പം നമ്മൾ ആ പോയിൻ്റ് ഉൾക്കൊള്ളുന്ന ആളുടെ സർഫസ് ഏരിയ എടുക്കണം. ഗോസിയൻ സർഫസിൻ്റെ സർഫസ് ഏരിയ എടുക്കും. അപ്പോൾ എന്താ വരിക? 4π സ്മോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ വാട്ട് ഈസ് ക്യൂ? ക്യൂ സിഗ്മ സീക്വൽ ക്യൂ ബൈ 4π ആർ സ്ക്വയർ ആണെങ്കിൽ വാട്ട് ഈസ് ക്യൂ? ക്യൂ is equal എനിക്ക് എന്ത് ചെയ്യാം? സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് എഴുതി കൂടെ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? ക്യൂ സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതി. ഈ 4π കട്ട് ചെയ്തു. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ സ്മോൾ ആർ സ്ക്വയർ. ഇതാണ് പോയിൻ്റ് ഔട്ട് സൈഡിൻ്റെ ഇക്വേഷൻ. ഔട്ട് സൈഡ് ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഗോസിയൻ സർഫസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഔട്ട് സൈഡുള്ള ഏരിയ എടുക്കണം. സാർ പിന്നെ സാർ ചാർജ് എടുക്കുമ്പോൾ എന്തിനാണ് ഇവിടെ 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ എടുത്തതെന്നുള്ള സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാവാൻ പാടില്ല. കാരണം ചാർജ് നിൽക്കുന്നത് ഈ ഒരു ഏരിയയിൽ മാത്രമാണ്. ചാർജ് ഈ പുറമേയുള്ള ഏരിയയിൽ നിൽക്കുന്നില്ല. അപ്പോൾ ചാർജ് നിൽക്കുന്നത് എവിടെയാണോ ആ ഏരിയയാണ് നിങ്ങൾ കറക്റ്റ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്താ? ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഓൺ ദ ഷെല്ലല്ലേ, ഓൺ ദ സർഫസ് ആവുന്ന സമയത്ത് പോയിൻ്റ് അതിൻ്റെ സർഫസ് ആവുന്ന സമയത്ത് പോയിൻറ്റിലേക്കുള്ള ദൂരമാണെന്ത്? സ്മോൾ ആർ. പോയിൻ്റ് അതിൻ്റെ സർഫസ് ആകുമ്പോൾ സ്മോൾ ആർ സീക്വൽ എന്ത് വരും? ക്യാപിറ്റൽ ആർ വരും. അപ്പോൾ നമ്മൾ പഠിച്ച റിലേഷൻ എന്താ? ഇപ്പോൾ കിട്ടിയ റിലേഷൻ എന്താ? പോയിൻ്റ് ഔട്ട് സൈഡ് ആണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ അല്ലേ? രണ്ടും ഈക്വൽ ആണെങ്കിൽ പോയിൻ്റ് സർഫസിലാണെങ്കിൽ നമുക്ക് സിഗ്മ ബൈ എപ്സിലോൺ 0 കിട്ടും. പോയിൻ്റ് സർഫസിലാണെങ്കിൽ എന്ത് വരും? സിഗ്മ ബൈ എപ്സിലോൺ 0. പോയിൻ്റ് സർഫസിലാണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0. അത് ലാസ്റ്റ് വൺ എന്താണത്? ഇൻസൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. ഇൻസൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, പോയിൻ്റ് ഇൻസൈഡാണ്, ഇവിടെയാണ് ചാർജ് നിൽക്കുന്നത്, ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറാണ്. പോയിൻ്റ് ഇവിടെയാണെങ്കിൽ ഈ പോയിൻ്റ് ഉൾക്കൊള്ളുന്ന ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ റേഡിയസ് ആറാണ്. ഈ പോയിൻ്റ് ഉൾക്കൊള്ളുന്ന ഗോസിയൻ സർഫസിൻ്റെ അകത്ത് ചാർജ് ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ചാർജ് ഉണ്ടോ മക്കളെ? ഇല്ല. ചാർജ് ഇതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇൻസൈഡ് ദ സ്ഫെറിക്കൽ സെൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് ഈസ് 0. ചാർജ് അപ്പോൾ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എന്താണ്? 0 ആണ്. ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് ഇൻസൈഡ് 0 ആണ്. സർഫസിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഔട്ട് സൈഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ ആണ്. ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ്. സോ ക്വസ്റ്റ്യൻസ് ഈ തിയറി വെച്ചുള്ള ചോദ്യങ്ങൾ തന്നെ ഒന്നുകൂടി ചെയ്ത് പഠിക്കുക. ഡെറിവേഷൻസ് ബോർഡ് എക്സാം ആകുമ്പോൾ ഡെറിവേഷൻസ് ഒക്കെ കുറേ പ്രാവശ്യം ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സോ നിങ്ങൾക്കതൊരു ക്വിക്ക് റിവിഷനായിട്ട് പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ് ഇനിയും നമുക്ക് ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യണം. നല്ല മാർക്കോട് കൂടി പരീക്ഷ പാസ്സാവണം. സോ താങ്ക് യു ഓൾ. താങ്ക് യു. ബൈ.